ജിഷ കൊലപാതക കേസിന്റെ റിമാൻഡ് റിപ്പോർട്ടിന്റെ പകർപ്പ് പീപ്പിളിന്. പ്രതിക്ക് ജിഷയോട് അടങ്ങാത്ത പകയെന്ന് റിപ്പോർട്ടിൽ പരാമർശം. കൊലപാതകത്തിന് കാരണം പ്രതിയുടെ ഇംഗിതത്തിന് ജിഷ വഴങ്ങാത്തത്. ജിഷയുടെ ജനനേന്ദ്രിയത്തിൽ പ്രതി കത്തി കയറ്റിയതായും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. ഈ വിഷയമാണ് ഇന്ന് ന്യൂസ് ആൻഡ് ന്യൂസ് പരിശോധിക്കുന്നത്. ചർച്ചയിൽ പങ്കെടുക്കുന്നത് മുൻ എസ് പി ശ്രീ ജോർജ് ജോസഫ്, മുൻ ഡിവൈഎസ്പി ശ്രീ മോഹൻദാസ്, സാമൂഹ്യ നിരീക്ഷകനായ ശ്രീ റെജി ലൂക്കോസ്, ഒപ്പം ഡോക്ടർ സെബാസ്റ്റ്യൻ പോളും, മുൻ ഫോറൻസിക് വിഭാഗം അസിസ്റ്റന്റ് ഡയറക്ടർ അന്നമ്മ ജോണും. ശ്രീ ജോർജ് ജോസഫ്, പ്രതിയുടെ മോട്ടീവ് എന്താണെന്നാണ് കഴിഞ്ഞ ദിവസം വരെയും എല്ലാവരും അന്വേഷിച്ചത്. ഇന്നിതാ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു, പ്രതി ജിഷയെ ഏത് വിധേനയും കീഴ്പ്പെടുത്തണമെന്നുള്ള ഉദ്ദേശത്തോടും കരുതലോടും കൂടി മൂക്കും വായും പൊത്തിപ്പിടിച്ച് തറയിൽ വീഴിച്ച് ബലാത്കാരമായി കാമജന്യ സംഭോഗത്തിന് തുനിയവേ ജിഷയിൽ നിന്നുണ്ടായ ശക്തമായ എതിർപ്പിനെ തുടർന്ന് പ്രതിക്ക് ജിഷയോടുണ്ടായ അടങ്ങാത്ത പക, അതുമൂലം മേൽപ്പടിയാളെ കൊലപ്പെടുത്തണമെന്നുള്ള ഉദ്ദേശത്തോടും കരുതലോടും കൂടി, ഇങ്ങനെയാണ് പറഞ്ഞു പോകുന്നത്. ഇതാണ് പക എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതല്ലാതെ നേരത്തെ സംശയിച്ചതുപോലെ പോലീസ് പറഞ്ഞിട്ടില്ല ഇത് കുളിക്കടവിലുള്ള ഏതെങ്കിലും തർക്കത്തിൻ്റെ പുറത്തുണ്ടായ പകയാണെന്നോ അതിന് മുൻപുള്ള ഏതെങ്കിലും പകയാണെന്നോ. ആ പക വച്ച് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഈ പ്രതി കൊന്നു. ഇതാണ് റിമാൻഡ് റിപ്പോർട്ട്. അല്ല, ഇതിനകത്ത് മോട്ടീവ് വളരെ പ്രസക്തമായ ഒരു കാര്യമാണ് ജിഷ കൊലക്കേസിൽ. നമുക്കറിയാം, ജിഷ കൊലക്കേസിൻ്റെ കഥാന്ത്യം നമുക്ക് വളരെ ദുരൂഹത നിറഞ്ഞ് ഇന്ന് നിൽക്കുകയാണ്. ഇതുവരെ അവർ കാറും കോളും ഒക്കെ നിറഞ്ഞ ഒരു വഞ്ചിയിൽ ഇങ്ങനെ സഞ്ചരിച്ച് കരയ്ക്ക് അടുപ്പിച്ചു. പക്ഷേ ഇനിയൊരു പരീക്ഷയുണ്ട്. ഇനി അവർക്ക് ജില്ലാ കോടതിയിലൊരു പരീക്ഷയുണ്ട്. ആ SLC പരീക്ഷ പോലെ തന്നെ ആ അന്വേഷണ ഉദ്യോഗസ്ഥൻ കൃത്യമായി പരീക്ഷയിൽ പാസ്സാകണം. അത് വളരെ ടഫായ ഒരു സബ്ജക്റ്റായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇതിൻ്റെ അന്ത്യം ഇപ്പം വന്നപ്പം വളരെ വീക്കായിപ്പോയി. ഇതുവരെ DNA ഫിംഗർ പ്രിൻറ്റിംഗ് ഒക്കെ അവിടെ കിടപ്പുണ്ട്. അത് തള്ളുകയോ കൊള്ളുകയോ അന്വേഷണ ഉദ്യോഗസ്ഥന് ചെയ്യാം. അത് കോടതിയിൽ വരുമ്പം ആ എക്സ്പെർട്ടിനെ സെക്ഷൻ 45 അനുസരിച്ച് എവിഡൻസ് ആക്ടിനകത്ത് വിസ്തരിക്കുമ്പോൾ അത് എങ്ങനെ നടത്തിയെന്നും അതിന് കോടതിക്ക് ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ഉണ്ടെങ്കിൽ അതൊക്കെ ഉത്തരം പറയേണ്ടതാണ്. അപ്പോൾ അത് വളരെ സെൻസിറ്റീവായ ഒരു ടെസ്റ്റാണ് ഈ DNA ഫിംഗർ പ്രിൻ്റ്. അതിനകത്ത് ജിഷയുടെ സലൈവ എടുത്തെന്ന് പറഞ്ഞാൽ ബക്കൽ കാവിറ്റി എന്നുള്ള സലൈവയ്ക്ക് മാത്രമേ മോളിക്കുലാർ അതിൻ്റെ സെൽസിനകത്ത് കാണുകയുള്ളൂ. അല്ലാതെ ഒരു എക്സ്ക്രീഷനായിട്ട് വരുന്ന സലൈവയ്ക്കകത്ത് കിട്ടാൻ അതിനകത്ത് വേറെ ബ്ലഡോ ആ സലൈവ ജിഷയുടെ പുറത്ത് കടിച്ചപ്പം ആ തുണിയിലുള്ള സലൈവയാണ്. ആ കുട്ടി മരിച്ചു കിടന്നു. അതിനുശേഷം എത്രയോ മണിക്കൂറിന് ശേഷമാണ് ആ സലൈവ കണ്ടെടുക്കുന്നത്. ആ സലൈവയുടെ അവിടെ തന്നെയാണ് കഴുത്തിലുള്ള കുത്തും വന്നിരിക്കുന്നത്. ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. അതായത് ഈ ചെരുപ്പിലുള്ള രക്തം അത് ജിഷയുടേതാണ്. ഈ ചെരുപ്പ് ഈ അമറുൽ ഇസ്ലാമിൻ്റേതാണെന്ന് അയാളുടെ സുഹൃത്തുക്കളും ഇപ്പോൾ അത് അനുകൂലിച്ചിട്ടുണ്ട്. ആ നിലയ്ക്ക് ആ ടെസ്റ്റും ഇതിനകത്ത് പ്രസക്തമല്ലേ? അതെ, അതിനകത്ത് ഞാൻ പറയാം. അതിന് ആ ജോർജ് എന്ന് പറഞ്ഞ ആൾ അവിടെ താമസിക്കുന്ന ആൾക്ക് ഈ 19 പേരെയും അവിടെ താമസിക്കുന്ന 19 പേരെയും പരിചയമില്ല. അയാൾ എല്ലാ ദിവസവും രാത്രി വന്ന് 19 ചെരുപ്പ് എണ്ണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു ദിവസവും ചെരുപ്പ് മിസ്സായിട്ടില്ല. ഇതൊക്കെ കൗണ്ടർ എവിഡൻസുകളാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ബക്കൽ കാവറ്റ് എക്സ്ക്രീറ്ററി മാറ്ററിനകത്ത് ഈ DNA ഫിംഗർ പ്രിൻ്റ് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഒന്ന് സലൈവ അല്ലെങ്കിൽ ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ ശ്രീ ജോർജ് ജോസഫ്, ഈ വീട്ടിൻ്റെ ഉടമസ്ഥൻ ചെരുപ്പെണ്ണുന്ന കാര്യത്തിൽ കാണിക്കുന്ന ആ ഒരു വിശ്വാസ്യത നമുക്ക് അതിന് അതേപോലെയുള്ള ഒരു വിശ്വാസ്യത എങ്കിലും ഈ പോലീസിൻ്റെ കാര്യത്തിൽ, ഈ കണ്ടെത്തലിൻ്റെ കാര്യത്തിൽ, DNA കാര്യത്തിൽ കാണിച്ചുകൂടെ? അല്ല, കാരണം എന്നറിയോ, ഈ കേസിലെ പ്രതി എന്തിനാണ് ഈ കൃത്യം ചെയ്തതെന്നുള്ള ആദ്യം നമ്മൾ കേട്ടു. അത് പോലീസ് പറഞ്ഞാണോന്ന് എനിക്കറിയത്തില്ല. കുളിക്കാൻ ചെന്നിടത്ത് ഇവളെ എന്തോ സെക്സുപരമായിട്ട് കാണിച്ചപ്പം ചെരുപ്പ് കൊണ്ട് അടിച്ചപ്പം ജിഷ ചിരിച്ചു. അത് നമുക്ക് കളയാം. ഈ റിമാൻഡ് റിപ്പോർട്ടിൽ ഇല്ല. ആയിക്കോട്ടെ, അതുകൊണ്ട് തന്നെ നമുക്ക് റിമാൻഡ് റിപ്പോർട്ട് വെച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ DNA ആണ് ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഈ പറഞ്ഞ ചെരുപ്പ് ലുള്ള ജിഷയുടെ രക്തവും ആ DNA ടെസ്റ്റിലൂടെ പറഞ്ഞിട്ടുണ്ട്. ഒപ്പം ഈ പ്രതി അന്നത്തെ ദിവസം അവിടെ നിന്ന് ഈ കൊല നടന്ന സമയത്തിന് ശേഷം കാണാതായി. അയാളുടെ സിം പിന്നെ ഈ പിടിക്കപ്പെടുന്നതിൻ്റെ അടുത്ത ദിവസങ്ങളിലാണ് റീ ഓൺ ചെയ്യപ്പെടുന്നത്. അപ്പോൾ ആ നിലയ്ക്ക്
ഇത് പൊരുത്തപ്പെടുന്നതല്ലേ ഈ കാര്യങ്ങൾ? അല്ല, അത് ഈ DNA ഫിംഗർ പ്രിൻ്റ് അതിലോട്ടാണ് ഞാൻ വരുന്നത്. ആ കുട്ടിയുടെ ചുരിദാറിൽ നിന്ന് എടുത്ത DNA ഫിംഗർ പ്രിൻ്റ് അല്ലെങ്കിൽ DNA അല്ലെങ്കിൽ സലൈവ, ആ കഴുത്തിലുള്ള കുത്തുകൊണ്ട് ബ്ലഡും ഈ സലൈവയും കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആ തറയിൽ കിടക്കുന്ന സ്ഥലത്ത് നമുക്ക് ഈ DNA എക്സ്പെർട്ട് ഉള്ളവർക്ക് അറിയാം, DNA എടുക്കുമ്പം ഗ്ലൗസ് ഉപയോഗിക്കണം. അതിൻ്റെ സലൈവയിൽ നിന്ന് നമ്മൾ സാമ്പിൾ എടുക്കുമ്പോൾ ഗ്ലൗസ് ഉപയോഗിക്കണം. വേറൊരു സാമ്പിൾ എടുക്കണമെങ്കിൽ ഈ ഗ്ലൗസ് എടുത്ത് കളഞ്ഞിട്ട് പുതിയ ഗ്ലൗസ് വെക്കണം. കാരണം വെരി സെൻസിറ്റീവാണ് ഈ സാധനം. നമ്മൾ ഈ പറയുന്ന പോലെ ആ റിസൾട്ട് മാറിപ്പോവും. പക്ഷേ ഇതിനകത്ത് ഫിക്സ് ചെയ്തെന്ന് പറയുന്നുണ്ട്, അതേപ്പറ്റി ഞാൻ കമൻറ്റ് ചെയ്യുന്നില്ല. ഞാൻ ഒന്നുകൂടി ചോദിക്കുകയാണ് അവിടെയാണെങ്കിൽ ആ സംശയം. അതായത് അങ്ങിപ്പോൾ പറയുന്നത് ഇപ്പോൾ പോലീസ് ആദ്യം കണ്ടെത്തിയ ആ കാര്യങ്ങൾ അത് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നു എന്നാണോ, അതോ പുതുതായി ഇപ്പോൾ കുറേ ഫാബ്രിക്കേഷൻസ് ഈ പോലീസ് വരുത്തുന്നു എന്നാണോ, അതോ അന്ന് ആദ്യത്തെ പോലീസ് ടീം അങ്ങീ പറഞ്ഞതുപോലെ കൃത്യമായി സയന്റിഫിക്കായി ഈ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്ന് അങ്ങേക്ക് ഉറപ്പുള്ളത് കൊണ്ട് ഈ തെളിവുകൾ കൃത്യമല്ല എന്നാണോ ഇപ്പോൾ പറഞ്ഞു വരുന്നത്? അല്ല എന്ന് ഞാൻ പറയുന്നില്ല. കാരണം ഈ തെളിവിൻ്റെ ഇതെങ്ങനെയാണ് അവർ DNA ഫിംഗർ പ്രിൻ്റ് ചെയ്ത് എക്സ്പെർട്ടിനെ എക്സാമിൻ കോടതി ചെയ്യുമ്പോൾ അതേപ്പറ്റി പറയാൻ ഒക്കുള്ളൂ. പക്ഷേ അതൊരു കൺക്ലൂസീവ് പ്രൂഫാണ്. അത് പോലീസിന് ഒരു വൈതരണിയായിട്ട് വന്നു എന്നാണ് എനിക്കിപ്പോൾ സംശയം. കാരണം ഈ DNA ഫിംഗർ പ്രിൻ്റ് ഇയാളുടെയാണെന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഇനി അതിൽ നിന്നൊരു മാറാൻ പറ്റില്ല. കാരണം ഇനി ഒരു CBI അന്വേഷണത്തിന് വരാൻ സാധ്യതയുണ്ട്. ആ കാര്യം നമ്മൾ ആലോചിക്കണം. ഇതിനകത്ത് 3-4 കാര്യങ്ങളുണ്ട്. ഒന്ന്, നമുക്ക് അത് പരസ്പരം അത് ഒരു എവിഡൻസറി വാല്യൂ വെച്ച് നോക്കുമ്പോൾ, ഒന്ന്, ഈ പ്രതി ജിഷയെ വീടിൻ്റെ മുന്നേക്കട പോയപ്പോൾ എന്തോ വൃത്തികേട് കാണിച്ചപ്പോൾ ജിഷ ചെരുപ്പെടുത്ത് കാണിച്ചു എന്ന് പറയണു. അപ്പോൾ ഞാൻ ആ ചർച്ചയിൽ നിന്ന് നമ്മളത് കഴിഞ്ഞ ദിവസം എടുത്തതുകൊണ്ട് ഞാൻ ഈ റിമാൻഡ് റിപ്പോർട്ടിൽ അതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ തൽക്കാലം അത് മാറ്റുന്നു. ഞാൻ അങ്ങയിലേക്ക് തിരിച്ചു വരാം. ശ്രീ സെബാസ്റ്റ്യൻ പോളിലേക്കും വരുന്നതിന് മുൻപ് ശ്രീമതി അന്നമ്മ ജോൺ, DNA ആണല്ലോ ഒരു പ്രസക്തമായ കാര്യം. ഇപ്പോഴും ശ്രീ ജോർജ് ജോസഫ് പറയുന്നത് ആ DNA കിട്ടണമെങ്കിൽ കിട്ടേണ്ട സെല്ലുകൾ എവിടെ നിന്ന് വരണമെന്നുള്ളതും അദ്ദേഹം പറഞ്ഞു, അതെടുക്കേണ്ട വിധം പറഞ്ഞു. അതൊക്കെ ഒരു സംശയത്തിൻ്റെ നിഴലിൽ നിൽക്കുന്നത് കൊണ്ട് ഇവിടെ ഈ പ്രതി സംശയത്തിൻ്റെ നിഴലിലാണ് എന്ന് ജോർജ് ജോസഫിന് സംശയമുണ്ടാകുന്നു. അതിന് പ്രസക്തി ഉണ്ടോ ശ്രീമതി അന്നമ്മ ജോൺ? സാറേ, DNA കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു സെല്ലുണ്ടാകണം, സെല്ലിനകത്ത് ന്യൂക്ലിയസ് ഉണ്ടാകണം. അപ്പോൾ ഇവിടെ സലൈവ എന്ന് പറയുന്ന മീഡിയത്തിൽ നിന്നുള്ള ബക്കൽ എപ്പിത്തീലിയൽ സെൽസ് ഉപയോഗിച്ച് DNA എക്സ്ട്രാക്ട് ചെയ്തു. അപ്പോൾ അവിടെ ഈ ബൈറ്റ് മാർക്ക് ബോഡിയിൽ കണ്ടതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഭാഗത്തുള്ള തുണിയിലെ സലൈവ പ്രത്യേകമായിട്ട് അത് പ്രോസസ്സ് ചെയ്യുന്ന വിധത്തിൽ റൂം ടെമ്പറേച്ചറിൽ ഡ്രൈ ആക്കി പ്രിസർവ് ചെയ്ത് കിട്ടിയ സാമ്പിളിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്തെടുത്ത സെല്ലിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്തെടുത്തതാണ് ഈ DNA പ്രൊഫൈൽ. അപ്പോൾ അതിനെക്കുറിച്ച് അങ്ങനെ ഒരു പ്രൊഫൈല് സെല്ലുണ്ടെങ്കിൽ മാത്രമാണ്, സെല്ലിൽ നിന്ന് DNA എടുക്കാൻ പറ്റിയെങ്കിൽ മാത്രമാണ് അങ്ങനെ ഒരു പ്രൊഫൈൽ കിട്ടുന്നത്. ഇതിനെക്കുറിച്ച് നമ്മൾ എന്തിനാണ് ആശങ്കപ്പെടേണ്ടത്? അങ്ങനെ ഒരു പ്രൊഫൈൽ കിട്ടിയെങ്കിൽ ആ എടുത്ത പ്രൊസീജിയർ കറക്റ്റാണ് എന്ന് വേണ്ടേ നമ്മൾ മനസ്സിലാക്കാൻ. കാരണം സെല്ലില്ലാതെ ഒരിക്കലും DNA കിട്ടുകയില്ല. ഇപ്പം ഈ സലൈവ എന്ന് പറയുന്ന ഈ സാമ്പിളിനകത്ത് ഇപ്പോൾ ബക്കൽ എപ്പിത്തീലിയൽ സെൽസ് ഈ സലൈവയ്ക്കകത്ത് ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. ഇത് തന്നെയല്ല, നമ്മളിത് കളക്ട് ചെയ്തത് ഒരു ബൈറ്റ് മാർക്കിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു സാമ്പിൾ. ഇവിടെ തന്നെ ഒരു കാര്യം ചോദിച്ചോട്ടെ. ഈ സലൈവയ്ക്കകത്ത് ആ കുട്ടിയുടെ ബ്ലഡ് മിക്സ് ചെയ്തിട്ട് ആ തറയിലെ 10-21 മണിക്കൂർ എന്തായാലും മരിച്ചു കിടന്ന സമയത്ത് തറയിൽ നിന്നുള്ള പല മെറ്റീരിയലും ചേർന്ന് ഇമ്പ്യൂരിറ്റീസിന് ഒരു ബ്ലഡ് ഒരു സലൈവയോട് ചേർന്ന് അത് കണ്ടാമിനേറ്റഡ് ആകും. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ പറയുന്ന കറക്റ്റ് റിസൾട്ട് കിട്ടുമോ? എനിക്കറിയേണ്ട ഒരു കാര്യമാണത്. കിട്ടുമോ? അത് വേർതിരിച്ചെടുക്കാൻ പറ്റിയെങ്കിൽ മാത്രമാണ് ഇത് വേർതിരിച്ചെടുക്കാൻ പറ്റുന്നത്. ഇവിടെ അത് വേർതിരിച്ചെടുത്തു എന്നതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് പറ്റി എന്നുള്ളതാണ്. അപ്പോൾ കണ്ടാമിനേഷൻ ഇല്ലാതെ ഉള്ള ഒരു ഭാഗം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ ആ സീൻ കണ്ടു കഴിഞ്ഞാലല്ലേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഭാഗം ബ്ലഡ് മിക്സ്ഡ് ആയിരുന്നോ അത് വേർതിരിച്ച്. ശ്രീ ജോർജ് ജോസഫ്, അവിടെ ഞാനൊന്ന് ഇടപെട്ടുകൊള്ളട്ടെ. അതായത് ഏത് കൊല നടക്കുന്ന സ്ഥലത്തും ഇതുപോലെ കണ്ടാമിനേറ്റ് ചെയ്യപ്പെടാനും അത് വളരെ മോശപ്പെട്ട രീതിയിലേക്ക് ഈ സെല്ലുകൾ കിട്ടാതെ പോകുന്നതിനുള്ള അവസ്ഥകളൊക്കെ ഉണ്ടാകാം. അവിടെ നിന്ന് ഫോറൻസിക് വിദഗ്ധർ പോയി അത് പഠിച്ചിട്ടുള്ള ആളുകൾ എന്നുള്ള നിലയ്ക്ക് കൃത്യമായും ഈ സെല്ലുകൾ എവിടെ നിന്ന് കിട്ടാമെന്നുള്ള നിലയ്ക്ക് അവർ പരിശോധിച്ചായിരിക്കാം ഇത് കണ്ടെത്തിയിട്ടുണ്ടാകുക. ആ റിസൾട്ട് ഇപ്പോൾ വന്നു, അത് പോലീസിന്റെ കയ്യിലുണ്ട്, അതനുസരിച്ച് അത് മാച്ച് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ സംശയിക്കണമോ ശ്രീ ജോർജ് ജോസഫ്? അല്ല, അത് ഞാൻ അതുകൊണ്ടാണ് ആ ടെസ്റ്റ്
അതേപ്പറ്റി ഞാനിപ്പം കമൻറ്റ് ചെയ്യുന്നില്ല. കാരണം ആ ജിഷ അവിടെ കിടന്ന സമയത്ത് എത്രയോ 21 മണിക്കൂർ കിടന്നപ്പോൾ ഞാൻ ഈ ടെസ്റ്റിനെ പറ്റി പഠിച്ചിരിക്കുന്നത് വെരി സെൻസിറ്റീവ് ടെസ്റ്റാണ്. അത് യൂറിനകത്ത് നമുക്ക് കിട്ടില്ല. യൂറിനകത്ത് പസൽസ് ഉണ്ടെങ്കിൽ മാത്രമേ കിട്ടുള്ളൂ. ബക്കൽ കാവിറ്റി എന്ന് പറഞ്ഞാൽ വായിക്കകത്ത് നിന്ന് എടുക്കുന്ന സാധനം കറക്റ്റായിട്ട് കിട്ടും. ഇത് സാധാരണഗതിയിൽ ലോകം മുഴുവൻ അംഗീകരിച്ച് കൺക്ലൂസീവ് പ്രൂഫാണ്. പക്ഷേ കണ്ടാമിനേഷനോ ഡീഗ്രേഡേഷനോ ഒരു ബ്ലഡ് ശരീരത്തിൽ നിന്ന് വെളിയിൽ വന്ന് കിടന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ കണ്ടാമിനേഷൻ സ്റ്റാർട്ട് ചെയ്യും. ഞാൻ തിരിച്ചു വരാം. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, താങ്കൾ ഒരു അഭിഭാഷകൻ എന്നുള്ള നിലയ്ക്ക് കൂടി ഇതിനെ എങ്ങനെ കാണുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു നിരീക്ഷണം. അതായത് ഇപ്പോൾ ശ്രീ ജോർജ് ജോസഫ് പറയുന്ന ഒരു വാദം, ഈ DNA കണ്ടാമിനേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായി കിട്ടില്ല എന്നുള്ളൊരു വാദം പറഞ്ഞാൽ ഇപ്പോഴത്തെ ഈ റിമാൻഡ് റിപ്പോർട്ടിൻ്റെ പുറത്തും ഇതിൻ്റെ പുറത്തുണ്ടാകാൻ പോകുന്ന ഒരു കുറ്റപത്രത്തിൻ്റെയും പുറത്ത് കോടതിയിൽ ഈ പ്രതിക്ക് എളുപ്പം ഇറങ്ങിപ്പോകാൻ പറ്റുന്ന ഒരു സാഹചര്യമുണ്ടോ? അല്ല, ഇതുവരെ മനസ്സിലാക്കിയ വിവരങ്ങൾ വെച്ച് നോക്കുമ്പോൾ കോടതിയിൽ പ്രതിക്ക് ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ദൃക്സാക്ഷികളില്ലാത്ത ഒരു കേസാണ്. പ്രത്യക്ഷത്തിലുള്ള തെളിവുകളില്ല. സാഹചര്യ തെളിവുകളും ഫോറൻസിക് എവിഡൻസും മാത്രമാണ് ഈ കേസിൽ ഇപ്പോൾ പ്രധാനമായും ആശ്രയിക്കാൻ കഴിയുന്നത്. അത് നമ്മൾ ഇതുവരെ മനസ്സിലാക്കിയത് പത്രങ്ങളിൽ വന്ന മറ്റ് കഥകൾ, കുളിക്കടവ് എല്ലാം നമ്മൾ മാറ്റിവെച്ചാലും ഇപ്പോൾ കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന റിമാൻഡ് റിപ്പോർട്ട്, അതാണല്ലോ ഇപ്പോൾ പീപ്പിൾ TV ആധാരമാക്കുന്നത് ഈ ചർച്ചയ്ക്ക്. അവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ പോലും ഒരു ശക്തമായ ഒരു കേസ് ബിൽഡപ്പ് ചെയ്ത് കോടതിയിൽ പ്രസൻറ്റ് ചെയ്യാൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞില്ല എന്ന് പറയേണ്ടി വരും. പ്രതി ഇസ്ലാം തന്നെയായിരിക്കാം, അമീറുൽ ഇസ്ലാം ആകാം, അല്ലാതെയാകാം, അതൊക്കെ മറ്റു കാര്യങ്ങളാണ്. തെളിവുകൾ ഇനി നമുക്ക് ആവശ്യമായിട്ട് വരുന്നു. തെളിവുകൾ മുഴുവൻ പോലീസ് ശേഖരിച്ചിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ശേഖരിച്ച വിവരങ്ങൾ മുഴുവൻ പരസ്യപ്പെടുത്തിയിട്ടുണ്ടാവില്ല. പക്ഷേ ഈ DNA എന്ന ഒരു ടെസ്റ്റ്, ആ ടെസ്റ്റിൻ്റെ ആധികാരികത അല്ലെങ്കിൽ അതിൽ തെറ്റ് സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്ന് ശ്രീ ജോർജ് ജോസഫോട് പറയുന്നുണ്ട്. ആ സാഹചര്യങ്ങൾ കണക്കിലെടുക്കേണ്ടത് തന്നെയാണ്. വളരെ വ്യക്തമായ DNA ഫലങ്ങളുടെ അടിസ്ഥാനത്തിൽ കോടതി കണ്ടെത്തിയ നിഗമനങ്ങൾ പോലും പലപ്പോഴും തെറ്റിപ്പോയിട്ടുണ്ട്. അതുകൊണ്ട് ഫോറൻസിക് എവിഡൻസ്, DNA ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതിനെ മാത്രം ആശ്രയിച്ചുകൊണ്ട് ഈ കേസിൽ കോടതിക്ക് ഒരു നിഗമനത്തിൽ എത്തിച്ചേരാൻ കഴിയില്ല. അതിന് കുറെ കൂടി ശക്തമായ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, അതിന് വീണ്ടും കൂടുതൽ തെളിവുകൾ വേണം. പോലീസ് ആ അന്വേഷണത്തിലാണ്, അവർ അതനുസരിച്ചായിരിക്കും കുറ്റപത്രം തയ്യാറാക്കുക എന്നിരിക്കെ എൻ്റെ ഒരു സംശയം ഇതാണ്. ഈ അമീറുൽ ഇസ്ലാം ആ പരിസരത്ത് ജോലി ചെയ്തിട്ടുള്ള ആളാണെന്നുള്ള സാക്ഷിമൊഴികളുണ്ട്, അദ്ദേഹത്തെ അറിയാവുന്ന ആളുകളുണ്ട്, അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളുണ്ട്. ഈ കൊല നടന്ന ദിവസത്തിൽ അദ്ദേഹത്തിൻ്റെ പെരുമാറ്റത്തിൽ സംശയങ്ങളുണ്ട്. അദ്ദേഹം നാട്ടിലേക്ക് പോയി തിരിച്ച് വീണ്ടും ഇവിടേക്ക് വരുന്നില്ല. ഫോൺ വീണ്ടും ചെയ്യുന്നത് ഈ കൊലയെക്കുറിച്ച് അന്വേഷിക്കാനാണ്. കാഞ്ചീപുരത്ത് പോയി പുതിയ ജോലി അന്വേഷിക്കുന്നു. പോലീസിനെ കണ്ട് ഓടാൻ ശ്രമിക്കുന്നു. അദ്ദേഹത്തെ പിടിച്ചു, ഇവിടെ കൊണ്ടുവന്നു. ചെരുപ്പിൻ്റെ കാര്യത്തിലുള്ള ഐഡൻറ്റിഫിക്കേഷൻസ് ഒക്കെ നടന്നിട്ടുണ്ട്. അതിലെ ജിഷയുടെ രക്തം കൃത്യമാണെന്ന് മാച്ച് ചെയ്തിട്ടുണ്ട്. ഈ പറഞ്ഞ ഇയാളുടെ DNA പോലും ആ വീട്ടിൻ്റെ കട്ടളപ്പടിയിൽ നിന്നും അവിടെ ജിഷയുടെ ചുരിദാറിൽ നിന്നും ഒക്കെ ലഭിച്ചതും മാച്ച് ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ലെങ്കിൽ കൂടി ഇനി കൂടുതൽ തെളിവുകൾ വേണമെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ഒരു നിരപരാധിയും ശിക്ഷിക്കപ്പെടരുത് എന്നുള്ള ഒരു തത്വം വെച്ചും അത് മുന്നോട്ട് പോകേണ്ടതാണ്. കൂടുതൽ തെളിവുകളും വരണം. പക്ഷേ ഈ പ്രതിയിലൂടെ മുന്നോട്ട് പോകാനുള്ള വഴി അടഞ്ഞിട്ടുണ്ടോ? അല്ലാതെ അടഞ്ഞോന്ന് ഞാൻ പറയുന്നില്ല. അന്വേഷണ സംഘത്തിന് വ്യക്തമായ ധാരണ ഉള്ളതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണമല്ലോ പ്രതി അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷെ നമ്മൾ ഇതുവരെ കേട്ട കാര്യങ്ങൾ, 49 ദിവസം നമ്മൾ കേട്ട കാര്യങ്ങൾ, ആ കാര്യങ്ങളിൽ പലതിനും ഇപ്പോഴും വിശദീകരണം ആവശ്യമുണ്ട്. കാരണം കേരള പോലീസ് നമ്മെ അറിയിച്ച കാര്യങ്ങളാണ്. ഒന്നും വേണ്ടല്ലോ, നേരത്തെ 2 മുഖംമൂടികളെ പോലീസ് കാണിച്ചല്ലോ നമ്മളെ. ആ മുഖംമൂടികളോടെ പോയി അവർ പലതരത്തിലുള്ള കഥകൾ, ഒരുപക്ഷെ അന്വേഷണത്തിൻ്റെ ഘട്ടങ്ങളിൽ അത്തരം മിസ്ലീഡ് ചെയ്യുന്ന കഥകളുമൊക്കെ പോലീസിന് ഇറക്കേണ്ടി വരുമായിരിക്കാം. പക്ഷെ നമ്മൾ ഇതുവരെ കേട്ട കാര്യങ്ങൾ എന്തുകൊണ്ട് ഈ ഇത്ര ഇപ്പോൾ പറഞ്ഞു വന്നപ്പോൾ വളരെ ലളിതമായ സങ്കീർണതകൾ കുറഞ്ഞ ഒരു കേസായി ഇത് മാറിയിരിക്കുകയാണ്. ഈ ഒരു പ്രതിയെ കണ്ടുപിടിക്കുന്നതിന് 49 ദിവസം എന്തിനു വേണ്ടി വന്നു എന്ന ചോദ്യം പോലും ഇപ്പോൾ ചോദിക്കേണ്ടിയിരിക്കുന്നു. കാരണം അത്രമാത്രം ലളിതമായ ഒരു കഥയാണ് ഇപ്പോൾ നമ്മുടെ മുന്നിൽ വന്നിരിക്കുന്നത്. ഒരു ആസാംകാരൻ കേരളത്തിൽ വരുന്നു, ഒരു പെൺകുട്ടിയെ കാണുന്നു, ഒരു മോഹം തോന്നുന്നു, ആ മോഹം നിറവേറുന്നില്ല, ഉടനെ ഇത്ര ക്രൂരമായി. സമയത്തിന്റെ പ്രശ്നം ഉള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ ഒന്ന് സഹായിക്കാനായി ഒന്ന് ഇടപെടുകയാണ്. ഈ 49 ദിവസം എന്ന് പറയുന്നത് ഈ ജൂൺ ആദ്യ വാരത്തിലാണ് ഈ സിം വീണ്ടും ആക്റ്റീവ് ആകുന്നത്.
അതുകൊണ്ട് അദ്ദേഹം എവിടെയാണെന്നുള്ള ലൊക്കേറ്റ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടാകാം. ഇതെൻ്റെ ഒരു ഊഹമാണ്. അതുകൊണ്ടായിക്കൂടെ ഈ താമസം? അത് താമസത്തിന് കാരണങ്ങൾ പലതും കാണുമായിരിക്കാം. ഇപ്പോൾ ഈ അമീറുൽ ഇസ്ലാം തന്നെയാണ് പ്രതി എന്ന് പോലീസ് എന്ന് മനസ്സിലാക്കിയെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ മനസ്സിലാക്കിയെങ്കിൽ മാത്രമല്ല ഈ സിം കാർഡിൻ്റെ പ്രശ്നം വരുന്നുള്ളൂ. അതൊക്കെ ഇനിയും വിശദമായ വിവരങ്ങൾ വീണ്ടും വരേണ്ടിയിരിക്കുന്നു. അത് പൂർണ്ണമായും വെളിപ്പെടുത്താതിരുന്നത് ഞാൻ പോലീസിനെ കുറ്റപ്പെടുത്തുകയല്ല. കാരണം പോലീസിൻ്റെ ചുമതല വാർത്താ സമ്മേളനം വിളിച്ചുകൂട്ടി മാധ്യമങ്ങളെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുക എന്നുള്ളതല്ല, കോടതിയെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ്. അതുകൊണ്ട് അവരവരുടെ ചുമതല നിർവഹിക്കട്ടെ. പക്ഷെ നമുക്ക് കിട്ടിയ വിവരങ്ങൾ വെച്ച് നോക്കുമ്പോൾ അതീവ ദുർബലമായ ഒരു അവസ്ഥയിലാണ് ഈ കേസ് ഇപ്പോൾ നിൽക്കുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ശ്രീ റെജി ലൂക്കോസ്, താങ്കൾക്ക് ഈ പെരുമ്പാവൂരും അതിന് ചുറ്റുവട്ടത്തുള്ള ഈ അന്യസംസ്ഥാന തൊഴിലാളികളുടെയും ഒരു സ്വഭാവമൊക്കെ അറിയാവുന്ന ഒരാൾ കൂടിയാണ്. ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഈ പ്രതിയുടെ ഈ വിവരണം വെച്ചും റിമാൻഡ് റിപ്പോർട്ടിലെ കഥ വെച്ചും എങ്ങനെയാണ് താങ്കൾ ഈ കാര്യത്തെ മനസ്സിലാക്കുന്നത്? ഡോക്ടർ ലാൽ, ഞാൻ ഈ കേസിനെ കാണുന്നത് ഇപ്പോൾ നമ്മളിവിടെ ശാസ്ത്രീയപരമായിട്ടുള്ളൊരു വിശകലനം നമ്മുടെ ബഹുമാനപ്പെട്ട റിട്ടയർഡ് SP മറ്റുള്ളവരും ഡോക്ടർ സെബാസ്റ്റ്യൻ പോളെല്ലാം അതിന് ദൗർബല്യത്തെക്കുറിച്ചെല്ലാം ചർച്ച ചെയ്തു. പക്ഷെ നാം ഈ പ്രതിയുടെ പശ്ചാത്തലത്തെക്കുറിച്ചൊന്ന് വിശകലനം ചെയ്യണം. കേരളത്തിലെ ജനങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു യാഥാർത്ഥ്യം, ഈ പ്രതി എന്ന് പറയുന്ന ഈ ബംഗാൾക്കാരനായ ഇസ്ലാം വാസ്തവത്തിൽ ബംഗ്ലാദേശിയാണ്, ആസാംകാരനാണ് അദ്ദേഹം. അതെ, ആസാംകാരാണ് അയാളുടെ താമസ സ്ഥലം എന്ന് പറയുന്നത് ബംഗ്ലാദേശിൻ്റെ അതിർത്തി പ്രദേശത്താണ്. ബംഗ്ലാദേശിൽ നിന്ന് കഴിഞ്ഞ 8 വർഷമായിട്ട് 12 ലക്ഷം യുവാക്കളെ കാണാനില്ല എന്ന് ബംഗ്ലാദേശ് ഗവൺമെൻറ് തന്നെ ആധികാരികമായ രേഖ പുറത്തു വന്നിരിക്കുന്നു. ഇവരിൽ ബഹുഭൂരിപക്ഷവും ഇന്ത്യയിലേക്കാണ് കടന്നിരിക്കുന്നത്. ഈ ബംഗ്ലാദേശി യുവാക്കളുടെ സ്വഭാവ വൈശിഷ്ട്യം എന്ന് പറയുന്നത് വളരെ വിചിത്രമാണ്. അത് ലോകം മുഴുവൻ അംഗീകരിച്ചിട്ടുണ്ട്. അതായത് ഇവർ ജന്മനാ ബുദ്ധി കുറഞ്ഞവരാണ്, ഇവർ പെട്ടെന്ന് വയലൻ്റ് ആകും, അതുപോലെ തന്നെ വൃത്തിഹീനമായ അന്തരീക്ഷത്തിലായി ഇവർ താമസിക്കത്തുള്ളൂ. ഇവരെ സംബന്ധിച്ചോളം ഇവർ പെട്ടെന്ന് ലൈംഗിക പരമായിട്ടുള്ള സ്വഭാവ വൈശിഷ്ട്യങ്ങൾ പ്രകടിപ്പിക്കുന്നവരാണ്. തന്നെയുമല്ല, ഗൾഫ് രാജ്യങ്ങളിൽ ഇവർക്കിപ്പോൾ വിസ കൊടുക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ജിഷയുടെ ഈ കൊലപാതകി എന്ന് പറയുന്ന ഈ ഇസ്ലാം ഈ ജിഷയിൽ ഒരു പ്രത്യേക മാനസികാവസ്ഥയിൽ ജിഷയോട് താല്പര്യം തോന്നുകയും ജിഷയെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി അദ്ദേഹത്തിന് ലൈംഗിക ആസക്തി തൃപ്തിപ്പെടാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ ഈ ജിഷയെ കൊല ചെയ്യപ്പെട്ടു എന്ന ഒരു സാങ്കേതികപരമായിട്ടുള്ള ഒരു വിശകലനത്തിന് അടിസ്ഥാനമില്ല എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. കാരണം കേരളത്തിൽ കഴിഞ്ഞ 6 വർഷത്തിനിടയ്ക്ക് ഏതാണ്ട് 23ഓളം നിരപരാധികളായ മലയാളികളെ ഈ ബംഗ്ലാദേശികളായ തൊഴിലാളികൾ കൊന്നിട്ടുണ്ട്. അതെല്ലാം പെട്ടെന്നുണ്ടായ പ്രതികരണത്തിലൂടെയുള്ള കൊലപാതകങ്ങളാണ്. മിക്കൊന്നും തെളിയിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അപ്പം നമ്മളിതിൻ്റെ സാങ്കേതിക വശങ്ങളെയോ ശാസ്ത്രീയ വശങ്ങളെയോ മാത്രം വിശകലനം ചെയ്യുമ്പോൾ തന്നെ ഇവരുടെ സാമൂഹ്യ പശ്ചാത്തലം കൂടെ നമ്മൾ ഈ ചർച്ചയിൽ കൊണ്ടുവരണമെന്നാണ് എനിക്ക് ഇതിനകത്ത് പറയാനുള്ളത്. അതിൻ്റെ കാരണം ബംഗ്ലാദേശിൽ നിന്നും ഇന്ത്യയിലേക്ക് വരുന്ന ഏതൊരു ബംഗ്ലാദേശി പൗരനും നമ്മുടെ അതിർത്തി പ്രദേശങ്ങളിൽ ഇന്ത്യയിലെ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള ഐഡികൾ നിർമ്മിച്ച് നൽകുന്ന കേന്ദ്രങ്ങൾ നിരവധിയുണ്ട്. കേരളത്തിലേക്ക് വരുന്ന ഈ ക്രിമിനൽ മാനസികാവസ്ഥയുള്ള ഈ ബംഗ്ലാദേശി ചെറുപ്പക്കാരൻ്റെ അവരുടെ യഥാർത്ഥ ജന്മസ്ഥലമോടാണ്. ഇവിടെ വരുമ്പോൾ അവർക്ക് വർക്ക് പെർമിറ്റ് ഉണ്ടോ, അല്ലെങ്കിൽ ആ വർക്ക് പെർമിറ്റ് കൊടുക്കാനുള്ള സംവിധാനങ്ങൾ കേരളത്തിലെ ഗവൺമെൻറ് ഇവർക്കായിട്ട് ഏർപ്പെടുത്തുന്നുണ്ടോ? പിന്നെ കേരളത്തിൻ്റെ സാമൂഹിക വ്യവസ്ഥയിൽ ഒരു ഭീഷണിയായി മാറിയിരിക്കുന്ന ഈ ബംഗ്ലാദേശി യുവാക്കളെ യഥാവിധി കൈകാര്യം ചെയ്യുവാൻ നമ്മുടെ ഗവൺമെൻറ് തയ്യാറാകണം. ഇല്ലെങ്കിൽ ഇതുപോലത്തെ ജിഷമാർ നിരവധി ഇവിടെ ഉണ്ടാകും എന്നതാണ് എനിക്ക് ഈ കാര്യത്തിൽ. ഞാൻ തിരിച്ചു വരാം. ശ്രീ മോഹൻദാസ്, താങ്കളും ഇതുപോലെയുള്ള അന്വേഷണങ്ങളിൽ പലതവണ അതുമായി മുന്നോട്ട് പോയിട്ടുള്ള ഒരാളാണ്. ഇത്തരം ഒരു കേസിൽ, ഇപ്പോൾ ഈ കേസിൽ തന്നെ എന്താണ് മോട്ടീവ് എന്നുള്ളതാണ് ആദ്യത്തെ സംശയം. ഇപ്പോൾ ഈ പ്രതി ഇതാണോ എന്നുള്ളതിനെക്കുറിച്ചാണ് ശ്രീ ജോർജ് ജോസഫിനെ പോലുള്ളവർക്ക് സംശയം വരുന്നത്. ഒരു പരീക്ഷ പാസ്സാകുന്നത് പോലെയുള്ള ഒരു വെപ്രാളമാണ് പോലീസിനുള്ളതെന്ന് അദ്ദേഹം തന്നെ പറയുകയും ചെയ്തു. അത് ശരിയാണെന്നിരിക്കട്ടെ, പക്ഷെ പരീക്ഷയ്ക്ക് വേണ്ടി കൃത്യമായ റിസൾട്ട് കിട്ടുന്നതിന് വേണ്ടി എടുക്കുന്ന ആ ഒരു തയ്യാറെടുപ്പിൽ ഒരു മത്സര പരീക്ഷ അഭിമുഖീകരിക്കുന്നത് പോലെ പോലീസ് ഉദ്യോഗസ്ഥർ അങ്ങോട്ടും ഇങ്ങോട്ടും തെളിവിന് വേണ്ടി കൃത്യത പാലിക്കാൻ ശ്രമിക്കുമ്പോൾ പോലും നമ്മുടെ മുമ്പിലുള്ള സാമൂഹ്യ അന്തരീക്ഷം, ഇവിടെ ശ്രീ റെജി ലൂക്കോസ് പറഞ്ഞതുപോലെയുള്ള കാര്യങ്ങളുണ്ട്, സാഹചര്യ തെളിവുകളുണ്ട്. കുറേ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടായിരിക്കാം ഒരു അന്വേഷണ ടീം ഈ പ്രതിയെയും കൊണ്ട് നടക്കുന്നത് മറ്റു തെളിവുകൾ സംഘടിപ്പിക്കാൻ. അങ്ങനെ ഇരിക്കെ ഈ കാര്യത്തിൽ ഇദ്ദേഹത്തെ മാറ്റി നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകണമോ? എന്താണ് അങ്ങയുടെ കാഴ്ചപ്പാട്? ഇതിൽ മോട്ടീവിന് ഈ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അത് വിശ്വസിക്കാനായിട്ട് പ്രയാസമുള്ള അത് വിശ്വസിക്കാൻ പ്രയാസമുള്ള കാര്യമാണെന്ന് ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞു കഴിഞ്ഞിട്ടുള്ളതാണ്. കാരണം വളരെ ബാലിശമായിട്ടുള്ള ഒരു മോട്ടീവാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ അപ്പം യഥാർത്ഥ മോട്ടീവ് എന്താണെന്ന് ഇനിയും കണ്ടെത്തേണ്ടിയിരിക്കുന്നു എന്നുള്ളത്, ഇന്നിപ്പോൾ പ്രതി പറഞ്ഞിട്ടുള്ള ആ ഒരു ലൈൻ ഓഫ് ആംഗിളിലാണ് ഇത്
പോയിട്ടുള്ളത്, ഈ അന്വേഷണം പോയിട്ടുള്ളത്. പക്ഷേ അതിൽ എത്രത്തോളം വാസ്തവം ഉണ്ടെന്നുള്ളത് ഇനി അന്വേഷിച്ച് കണ്ടെത്തേണ്ടിയിരിക്കുന്ന ഒരു വസ്തുതയാണ്. അത് പ്രതി എന്തിനാണ് ഇങ്ങനെ ഒരു കള്ളം പറയേണ്ടത്? പോലീസിനോട് ഇങ്ങനെ ഒരു കള്ളം ഞാൻ ചെയ്തിട്ടുണ്ട് എന്ന് പ്രതി ഒരു മോട്ടീവ് എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം തന്നെ പറയേണ്ടതിന്റെ ഒരു സാഹചര്യം എന്താണ്? അല്ല, സാഹചര്യമുണ്ട്. പ്രതിക്ക് ഈ കുറ്റകൃത്യത്തിൽ കോടതിയിൽ എക്സാമിൻ ചെയ്യുമ്പോഴത്തേക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ പ്രതി യഥാർത്ഥം പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് ശിക്ഷ കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പം എങ്ങനെയും അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് പറഞ്ഞ് പോലീസിനെ എങ്ങനെ വൈദഗ്ധ്യമായിട്ട് പറ്റിക്കാമെന്നുള്ളതാണ് ഏതൊരു പ്രതിയുടെയും മിടുക്ക്. അതായത് മിടുക്കനായ ഒരു പ്രതിയാണ് ഇയാൾ. ചിലപ്പോൾ കുറ്റകൃത്യം ചെയ്തിട്ടുണ്ടാകാം, പക്ഷേ അതിന്റെ കാരണം മറ്റൊന്നാകാം എന്നാണ് അങ്ങ് പറയുന്നത്. അതിന്റെ കാരണം, യഥാർത്ഥ കാരണം മറ്റെന്തോ ആയിരിക്കാം. ആരുടെയോ ഒരു പ്രേരണയ്ക്ക് ഇയാൾ വശംവദായി തീരാനായിട്ടുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല. അങ്ങനെ ഇയാൾ ഒരു ഇൻസ്ട്രുമെന്റ് ആയിട്ട് പ്രവർത്തിച്ചിരിക്കാനുള്ള സാധ്യതയും നമുക്ക് എങ്ങനെ തെറ്റെന്ന് അല്ലെന്ന് പറയാനൊക്കും. മറ്റെന്തോ ഒരു കർമ്മത്തിന് വേണ്ടിയിട്ട് മറ്റാരുടെ ഒരു പ്രേരണയ്ക്ക് വശംവദനായി ഇയാൾ ഒരു ഇൻസ്ട്രുമെൻ്റായി തീർന്നിട്ടുള്ളതാണെന്ന് ഞാൻ പറഞ്ഞാൽ അതല്ലെന്ന് എങ്ങനെ പറയാനൊക്കും? സാറേ, ഞാനൊന്ന് ഇടപെട്ടോട്ടെ. ഇവരുടെ പശ്ചാത്തലം കൂടെ ഒന്നുകൂടി വിശദീകരിച്ചോട്ടെ. ഗൾഫ് രാജ്യങ്ങളിൽ ലൈംഗിക ആക്രമണത്തിലൂടെ ഏറ്റവും കൂടുതൽ കൊലയാളികളായിട്ട് ഗൾഫിൽ അറസ്റ്റ് ചെയ്യപ്പെടുകയും ശിക്ഷിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നത് ബംഗ്ലാദേശികളാണ്. അതുകൊണ്ടാണ് ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള പ്രവേശനം ഇന്ന് തടഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ബംഗ്ലാദേശികളായിട്ടുള്ള ചെറുപ്പക്കാരുടെ മാനസികാവസ്ഥ ഇത്തരം ആക്രമണത്തിലേക്ക് നയിക്കുന്നതാണ്. നമ്മൾ എന്തുകൊണ്ട് ആ രീതിയിൽ കണ്ടുകൂടാ? ഇത് കേരളത്തിന്റെ സുരക്ഷിതമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമല്ലേ? നമുക്ക് ഇങ്ങനെ ഒരു വളരെ പ്രമാദമായ ഒരു കേസാണ്. നമുക്ക് ആരുടെയും പേരിൽ ചാരേണ്ടതില്ല. പോലീസിനെ സഹായിക്കുക, പ്രതിയെ പിടിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെയും ആവശ്യം എന്നുള്ള നിലയ്ക്ക് ശ്രീ ജോർജ് ജോസഫ് ഈ പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഈ പ്രതിയുടെ പശ്ചാത്തലവും പരിശോധിക്കണം. ഇനി ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ പ്രതി മാത്രമല്ലെങ്കിൽ മറ്റാരെങ്കിലും ഇദ്ദേഹത്തെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ അതും പരിശോധിക്കണം. എന്ത് ജോലിയും ചെയ്യാൻ തയ്യാറായിട്ട് വരുന്ന ഈ അന്യസംസ്ഥാന തൊഴിലാളികളെ കുറിച്ചാണ് ശ്രീ റെജി ലൂക്കോസ് പറഞ്ഞത്. ഒരു വാടക കൊലയാളിയുടെ റോളും വേണമെങ്കിൽ അവർ എടുക്കാൻ തയ്യാറാകാം. അതല്ലെങ്കിൽ മറ്റുള്ള പല ആളുകളും അദ്ദേഹത്തോടൊപ്പം ഉണ്ടാകാം. ഈ പറഞ്ഞതുപോലെ ബുദ്ധി ഇല്ലാത്ത ആളുകളാണ് ഇക്കൂട്ടർ എന്ന് നേരത്തെ ശ്രീ റെജി ലൂക്കോസ് പറഞ്ഞു. പക്ഷേ വളരെ ബുദ്ധി കൂടിയതുകൊണ്ട് അദ്ദേഹം പോലീസിനെ വഴിതെറ്റിക്കുന്നു എന്നാണ് ശ്രീ മോഹൻദാസ് പറയുന്നത്. ആ അർത്ഥത്തിലും ഈ പ്രതിയെ വെച്ച് തന്നെ മുന്നോട്ട് പോകേണ്ട സാഹചര്യം ഇല്ലേ ശ്രീ ജോർജ് ജോസഫ്? അല്ല, നമ്മൾ ഈ ചർച്ചയിലെല്ലാം പോലീസിനെ വിമർശിക്കുകയല്ല. ഇത്രയും ദാരുണമായ ഒരു കൊലപാതകം നടത്തിയവനെ ശിക്ഷ തീർച്ചയായിട്ടും തൂക്കിക്കൊണ്ടേ അടങ്ങൂ. പക്ഷേ ആള് തെറ്റരുത് നമുക്ക്. പക്ഷേ അയാൾ ഈ തെളിവുകളുടെ അഭാവത്തിൽ കേസും വിട്ടുപോരുക. അതാണ് നമ്മൾ ഈ ഓരോ കാര്യങ്ങൾ എടുത്തെടുത്തിടുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം. ഇതിനകത്ത് വളരെ ഈ അവസാന കാലഘട്ടത്തിൽ അൺബിലീവബിൾ ആയിട്ടുള്ള എന്നെപ്പോലൊരു മനുഷ്യന് അവിശ്വസനീയമായ പല കാര്യങ്ങളും വന്നു കഴിഞ്ഞു. ഒന്ന്, ആ പ്രതി ആദ്യം രാവിലെ ആ ജിഷയുടെ വീട്ടിൽ ചെന്നപ്പോൾ അവൾ ചെരുപ്പെടുത്ത് കാണിച്ചു പറഞ്ഞു. എന്തുകൊണ്ട് അന്നേരം വീട്ടിൽ കയറി കൊന്നില്ല? ഇത് നമുക്ക് സ്വാഭാവികമായിട്ട് പോലീസിന്റെ ഭാഗത്ത് നിന്ന് പറയാൻ ഇവിടെ ആരും ശ്രമിക്കാത്തത് കൊണ്ട് മാത്രം ഒരു അവതാരകൻ ആ പോലീസിന്റെ ഭാഗത്ത് നിന്ന് റിമാൻഡ് റിപ്പോർട്ടിൽ നിന്നുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. ശ്രീ ജോർജ് ജോസഫ്, ഇതിനകത്ത് പോലീസ് കൃത്യമായി പറയുന്നു ഇയാൾക്കൊരു പകയുണ്ടായി. അതായത് ഇയാൾ നേരത്തെ പറഞ്ഞ ഒരു ആന്റി സോഷ്യലായ ഒരു ക്രൈം മനസ്സിലുള്ള ഒരാളാണ് ഈ പ്രതി, ഇപ്പോൾ അമീറുൽ ഇസ്ലാം. ഇയാൾ അവിടെ എത്തി ജിഷയുടെ വീട്ടിലേക്ക് ആരുമില്ലാത്തപ്പോൾ കയറി ചെന്നു. അവരെ അയാളുടെ ഇംഗിതത്തിന് വഴങ്ങാൻ പ്രേരിപ്പിച്ചു. ജിഷ അതിന് തയ്യാറായില്ല. ജിഷ ചെരുപ്പെടുത്തടിച്ചു. ജിഷ അയാളെ ഉപദ്രവിച്ചു, കടിച്ചു. അയാൾക്ക് വീണ്ടും അയാൾ അതിന് ശ്രമിച്ചപ്പോൾ അത് സമ്മതിക്കാതിരുന്ന ജിഷയെ അപ്പോഴുണ്ടായ പക കൊണ്ട്, ഇമ്മീഡിയറ്റായ ഒരു പക, അതാണ് പക എന്നുള്ള വാക്കുകൊണ്ട് പോലീസ് ഇവിടെ ഉദ്ദേശിക്കുന്നത് റിപ്പോർട്ടിൽ. ആ പക മൂലം അങ്ങനെ ചെയ്യാവുന്ന ഒരാളാണ് ഈ മദ്യം കഴിച്ച് ഇത്തരത്തിൽ നടക്കുന്ന ആളുകളെന്ന് ഒരുപാട് റിപ്പോർട്ടുകൾ നമ്മുടെ മുമ്പിലൊക്കെ ഉണ്ടല്ലോ. അത്തരത്തിലുള്ള ഒരാൾ ആയി മാറി അമീറുൽ ഇസ്ലാം. അങ്ങനെ ജിഷയെ ജനനേന്ദ്രിയത്തിൽ വരെ ആയുധം പ്രയോഗിച്ച് കുത്തി കൊലപ്പെടുത്തി. ഇതാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ആയിക്കൂടെ അങ്ങനെ? ഞാനൊരു കാര്യം, ഇയാൾ ഇല്ലിറ്ററേറ്റ് ആണ്, യാതൊരു വിവരമില്ലാത്തതിനൊക്കെ ഞാൻ സമ്മതിക്കുന്നു. ആ കൊലപാതകം നടത്താൻ നേരത്തെ ഒരു കുപ്പി ചാരായവും ഒരു കത്തിയായിട്ട് പോയിട്ടാണ് നടത്തിയെന്ന് പറഞ്ഞാൽ, ആ കുട്ടി മരണപ്രാളത്തിൽ വെള്ളം ചോദിപ്പം വായിക്കകത്ത് ചാരായം ഒഴിച്ചു കൊടുത്തു, ആൽക്കഹോൾ ഒഴിച്ചു കൊടുത്തു എന്ന് ഒരു കഥ കേട്ടു. ശ്രീ ജോർജ് ഞാനോ അങ്ങോയെ പോലുള്ള ആളുകളോ അല്ല, കേരളത്തിലുള്ള ആളുകളല്ല, മലയാളിയല്ല, ഒരു സിവിലൈസ്ഡ് ആയിട്ടുള്ള ഒരു പ്രത്യേക ഒരു സമൂഹത്തിൽ ജീവിക്കുന്ന ഒരാളല്ല. വളരെ വൃത്തിഹീനമായ
പേരും വിലാസവും കൃത്യമായി രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടില്ലാത്ത 1.5 ലക്ഷം പേരുടെ കൂട്ടത്തിൽ എവിടെ നിന്നോ വന്ന് ഒരുപക്ഷെ അന്യരാജ്യത്തു നിന്നാണെന്നുള്ള വാദം പോലും ഇപ്പോഴുണ്ട്. അങ്ങനെയുള്ള ഒരാളാണ് എന്നിരിക്കെ അവിടെ നിന്ന് അയാൾ പോയ പോക്ക് കാണുമ്പോൾ അങ്ങനെയാണെന്ന് സംശയിക്കേണ്ടി വരുന്നു. അങ്ങനെയുള്ള ഒരാൾക്ക് ഇത്തരത്തിലുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടാകുന്നൊരു ചരിത്രം പോലീസിലില്ലേ? അങ്ങ് പോലീസിലിരുന്ന ആളാണല്ലോ. ഇല്ലില്ല, ഈ ക്രൈം ചെയ്യുന്നവരുടെ എപ്പോഴായാലും എഡ്യൂക്കേറ്റഡ് ആയാലും ഇല്ലിറ്ററേറ്റ് ആയാലും അവർ ക്രൈം ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അസാമാന്യമായ ബുദ്ധി അതിന് മുമ്പും അതിന് പിമ്പും ഉണ്ട്. അത് ചെയ്യാൻ ഉദ്ദേശം ഇതിനകത്തില്ല. ഇതിനകത്ത് ഇപ്പം അയാൾ മൊഴി പോലീസിൻ്റെ അടുത്ത് പല പ്രാവശ്യം മൊഴി മാറ്റി പറഞ്ഞുകൊണ്ട് പോലീസ് തന്നെ പറയുന്നുണ്ട്. അപ്പം പോലീസ് കണ്ടെടുത്തിരിക്കുന്നത് ഒരു കത്തിയാണ്. അത് പോയിന്റഡ് കത്തിയാണെന്നാണെങ്കിൽ തീർച്ചയായിട്ടും വജൈനൽ ഏരിയയിലുള്ള ഇതിനകത്ത് എന്തോ ഒരു സാധനം ഇട്ടിട്ട് 30 സെൻറ്റിമീറ്ററോളം ഇൻഡസ്ട്രീൻ്റെ ഭാഗം വെളിയിലിട്ട് മുറിഞ്ഞു പോയി. അപ്പോൾ അതൊരു ഹുക്ക് പോലത്തെ സാധനമാണ്. അപ്പോൾ 2 കത്തിയായിട്ട് വന്നോ? അപ്പോൾ ഈ ഇപ്പം കണ്ടെടുത്തെന്ന് പറയുന്ന കത്തിക്ക് അത് പോയിന്റ് മാത്രമാണ് ഉള്ളത്. അപ്പോൾ ഇത് പിന്നെ ഒരു കാര്യം പോലീസും അത് ഞാൻ ചാനലിൽ മനസ്സിലാക്കിയതാണ്, പൊക്കം കുറഞ്ഞ ഒരാളായിരിക്കണം എന്നൊരു ഫോറൻസിക് എക്സ്പെർട്ട് പോലീസിനെ അഡ്വൈസ് ചെയ്തെന്ന് പറയുന്നത് കേട്ടു. അതുകൊണ്ടാണ് വെർട്ടിക്കൽ ഇൻസൈസ്ഡ് വൂണ്ട് എന്ന് പറയുന്നത്. വെർട്ടിക്കൽ ഇൻസൈസ്ഡ് വൂണ്ട്സ് ലൈയിങ് പൊസിഷൻ ഉണ്ടാക്കാമല്ലോ. എന്താണ് പോലീസ് അങ്ങനെ ചിന്തിക്കാത്തത്? ശ്രീമതി അന്നമ്മ ജോൺ, ഈ കത്തിയുടെ കാര്യത്തിൽ ജോർജ് ജോസഫ് പറഞ്ഞ ഒരു കാര്യം ഉണ്ട്. അത് അനുസരിച്ച് ഈ കുടലൊക്കെ പുറത്തേക്ക് വരണമെങ്കിൽ ഈ പറഞ്ഞതുപോലെയുള്ള ഒരു ആയുധമല്ലേ വേണ്ടത് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ പക്ഷേ കത്തിയിലുള്ള DNA പരിശോധന പോസിറ്റീവ് ആണെന്നും മനസ്സിലാക്കുന്നു. എങ്ങനെ ശരിയാകും? ഈ കത്തി ഏത് പ്രയോഗിച്ചു എന്നുള്ളത് നമുക്ക് ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനെ ബേസ് ചെയ്തും ആ ബോഡിയിലുള്ള ഇഞ്ചുറി ബേസ് ചെയ്തും അല്ലാതെ നമുക്ക് പറയാൻ പറ്റുകയില്ല. അപ്പം ഷാർപ്പായിട്ടുള്ള കത്തി വെച്ചാണ് പ്രയോഗിച്ചിട്ടുള്ളതെങ്കിൽ അതിന് തക്കമായിട്ടുള്ള വൂണ്ടിൻ്റെ സ്വഭാവമായിരിക്കും ബോഡിയിൽ ഉണ്ടാവുക. അപ്പോൾ മറ്റേതെങ്കിലും ബ്ലണ്ട് വെപ്പണാണോ ഇപ്പോൾ ഇതുപോലെയുള്ള വെപ്പണാണോ ഉപയോഗിച്ചിട്ടുള്ളതെന്നുള്ളത് അത് കൃത്യമായിട്ട് ആ റിപ്പോർട്ട് കാണുക. അപ്പോൾ റിപ്പോർട്ടാണല്ലോ, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണല്ലോ അതിൻ്റെ ആധികാരികമായ രേഖ. അപ്പോൾ അതിലെങ്ങനെ പറഞ്ഞിരിക്കുന്നു അതിനെ നമ്മൾ ബേസ് ചെയ്യുകയല്ലാതെ ഇപ്പോൾ നമ്മൾ ആ ഇഞ്ചുറിയുടെ സ്വഭാവം കാണാത്തത് കൊണ്ട് അതിനെക്കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് പറയാൻ പറ്റുന്നില്ല. പക്ഷേ അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ ഈ റിമാൻഡ് റിപ്പോർട്ടിൽ അതിനെക്കുറിച്ച് വിശദാംശങ്ങളില്ല. പക്ഷേ നേരത്തെ പറഞ്ഞു കേട്ടതനുസരിച്ച് കത്തി മാത്രമല്ല പോലീസ് വേറെ ആയുധങ്ങളെക്കുറിച്ചും പറയുന്നുണ്ട്. ഈ തടിക്കഷ്ണം ഉപയോഗിച്ച കാര്യങ്ങൾ എവിടെയോ പറഞ്ഞു കേട്ടു. ഇതൊക്കെ ആകാം എന്നാണ് ശ്രീമതി അന്നമ്മ ജോണും സംശയിക്കുന്നത്. ഒരു പക്ഷേ അങ്ങനെ ആകാം. ശരി, വേറൊരു കാര്യം കൂടി ഉണ്ട് ശ്രീമതി അന്നമ്മ ജോൺ. അതും ശ്രീ ജോർജ് ജോസഫിനെ പോലുള്ളവർ പറയാൻ സാധ്യതയുള്ളൊരു കാര്യമാണ്. അതായത് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറഞ്ഞതായി കേൾക്കുന്ന ഒരു മാർബ്ലിങ്ങിൻ്റെ കഥ നമ്മൾ കഴിഞ്ഞ ദിവസവും പറഞ്ഞതാണ്. അതായത് മരണം നടന്നിട്ട് 36 മണിക്കൂർ ആകണം എന്നാണ് ഈ മാർബ്ലിങ് എന്നുള്ള വാക്ക് അവിടെ വന്നതുകൊണ്ട് ശ്രീ ജോർജ് ജോസഫിനെ പോലുള്ളവർ വാദിക്കുക. ഇത് പ്രത്യേക സാഹചര്യത്തിലുള്ള ഒരു കാലാവസ്ഥയിലുള്ള ഒരു കേരളമായിരുന്നു ഏപ്രിൽ 27, 28 തീയതികളെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഈ സാഹചര്യത്തിൽ ഫോറൻസിക് സയൻസിൽ ഈ പറയുന്ന മാർബിളിങ്ങിന് ഒരു സാധ്യത എങ്ങനെയായിരിക്കാമെന്നാണ് ശ്രീമതി അന്നമ്മ ജോൺ ഇന്നലെ ചുരുക്കി പറഞ്ഞത്. ഇന്ന് വിശദമായി പറയുക. ഈ മാർബിളിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ശരിക്കുള്ള ഈ മരണശേഷമുള്ള ജീർണത ആരംഭിക്കുമ്പോൾ തന്നെ ഈ മാർബിളിംഗ് ആരംഭിക്കുന്നുണ്ട്. പക്ഷെ നമുക്കത് പ്രകടമായിട്ട് കാണാറാകുന്നത് കുറച്ച് സമയം കഴിയുമ്പോൾ മാത്രമാണ്. അതായത് ഈ രക്താണുക്കൾ, ചുവന്ന രക്താണുക്കൾ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ തുടങ്ങി അതിൻ്റെ ഹീമോഗ്ലോബിന് ഈ ജീർണത വാതകങ്ങളായിട്ടുള്ള ഹൈഡ്രജൻ സൾഫൈഡ് ഉണ്ടാകുമ്പോൾ അതുമായിട്ട് ചേർന്നുണ്ടാകുന്ന സൾഫ് ഹീമോഗ്ലോബിൻ, അതാണ് ഈ പച്ച നിറത്തിലുള്ള വാതകമായിട്ട് വരുന്ന പച്ച നിറത്തിലുള്ള ഈ വസ്തുവായിട്ട് വരുന്നത്. അപ്പം ഇത് നമ്മളുടെ ടിഷ്യൂസ്, ഇതിൻ്റെ ആരംഭം, ഈ പച്ച കളറിലുള്ള ഈ വസ്തുവിൻ്റെ ഈ കളറേഷൻ്റെ ആരംഭം തന്നെ തുടങ്ങുന്നത് നമ്മളുടെ ഉദരത്തിൻ്റെ അടിഭാഗത്തായിട്ട് വലതുവശത്ത്, അതായത് വൻകുടലിൻ്റെ ഭാഗത്താണ് ഇത് ആരംഭിക്കുന്നത്. പിന്നീട് അങ്ങോട്ട് ക്രമമായിട്ട് സ്പ്രെഡ് ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ സാധാരണഗതിയിൽ ഈ മരണത്തിന് ശേഷം ഏത് ഭാഗമാണോ ഈ ഭൂമിയോട് ചേർന്ന് കിടക്കുന്നത്, അതായത് ഈ പോസ്റ്റ്മോർട്ടം സ്റ്റെയിനിങ് അല്ലെങ്കിൽ ലിബിഡിറ്റി, അപ്പോൾ അത് ഏത് ഭാഗത്താണോ അവിടെയാണ് ഇത് കൂടുതലായിട്ട് വിസിബിൾ ആയിട്ട് വരിക. പിന്നെ ഇതിൻ്റെ സമയം പറയുന്നത് കൃത്യമായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുമ്പോൾ 36 മുതൽ 48 മണിക്കൂർ വരെ ആകുന്നു എന്ന് പറയുന്നുണ്ട്. എന്നിരുന്നാലും
ഈ കാലാവസ്ഥയ്ക്കനുസരിച്ച് ചില സമ്മർ ആയിട്ടുള്ള നല്ല ഹോട്ട് സീസണിൽ 6 തൊട്ട് 12 മണിക്കൂർ വരെ ഉള്ളിൽ ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യാമെന്നും വിൻ്റർ സീസണിൽ 1 തൊട്ട് 2 വരെ ദിവസത്തിനുള്ളിൽ മാത്രമാണ് ഇത് ഫുള്ളായിട്ട് വരുന്നതെന്നും പറയപ്പെടുന്നുണ്ട്. അപ്പോൾ ഇത് ആധികാരികമായിട്ട് ഫോറൻസിക് മെഡിസിൻ ആൻഡ് ടോക്സിക്കോളജി വഴി ഡോക്ടർ നാരായണ റെഡ്ഡി പ്രത്യേകം പറയുന്നുണ്ട്. ചില സന്ദർഭങ്ങളിൽ ഹോട്ട് സീസണിൽ ഇത് 6 തൊട്ട് 12 മണിക്കൂർ വരെ അതിനുള്ളിൽ അത് വിസിബിൾ ആകാം എന്ന് പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. അതായത് ഇപ്പോൾ ഈ മരണം നടന്ന ദിവസങ്ങളിൽ കേരളത്തിന്റെ കാലാവസ്ഥയെ കുറിച്ച് നമുക്ക് അറിയാവുന്നതാണ്. അതായത് ഒരു ഹോട്ട് സീസണാണ്, സമ്മർ ആണ്. ആധികാരികമായിട്ടുള്ള രേഖ എന്ന് പറയുന്നത് ഇത് ഒബ്സർവ് ചെയ്തിട്ടുള്ള പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ രേഖയാണ്. അപ്പോൾ ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ രേഖയാണ് ആധികാരികമായിട്ട് ഇത് കോടതി കൗണ്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനെ മാത്രം, അതാണല്ലോ ഇതിനെ കുറിച്ചുള്ള ആധികാരികമായിട്ടുള്ള ഒരു ഡോക്യുമെന്റ്, അപ്പോൾ അതിനെ ആശ്രയിക്കുകയല്ലാതെ നമുക്ക് വേറെ വഴിയില്ല. അപ്പോൾ ഇങ്ങനെ ആ കാലാവസ്ഥയുടെ വേരിയേഷൻ അനുസരിച്ച് ഇങ്ങനെ ഉണ്ടാകാം എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. യെസ്, ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, നമുക്കറിയാവുന്ന ഒരു കാര്യം, ഈ കേസ് അന്വേഷിച്ച ആദ്യത്തെ ടീം മാറുന്നു, പിന്നീട് വരുന്ന പുതിയ ടീമിൻ്റെ കയ്യിലാണ് ആദ്യകാലത്തെടുത്ത തെളിവുകൾ ഉൾപ്പെടെ വന്ന് ഇപ്പോൾ ഈ രീതിയിൽ കാര്യങ്ങൾ വന്നിട്ടുള്ളത്. ആദ്യത്തെ ദിവസങ്ങളിലുള്ള കഥ നമ്മൾ കേട്ടത് എന്താണ്? കൃത്യമായ രീതിയിലുള്ള പോസ്റ്റ്മോർട്ടം നടന്നിട്ടുണ്ടോ എന്ന സംശയമാണ്. ഒരു സീനിയർ ടീം അല്ല അവിടെ അത് നയിച്ചിട്ടുള്ളത്, പോസ്റ്റ്മോർട്ടം നയിച്ചിട്ടുള്ളത്. PG വിദ്യാർത്ഥി എന്നുള്ള നിലയ്ക്കാണ് അതിനെക്കുറിച്ച് പറയുന്നത്. അവിടെ തന്നെ സുപ്രീം കോടതിയുടെ നിർദ്ദേശമുണ്ട് ഇത്തരം കേസുകളിൽ RDAയുടെ നിരീക്ഷണത്തിലാണ് പോസ്റ്റ്മോർട്ടം നടക്കേണ്ടത് എന്ന്. അത്തരത്തിലുള്ള കാര്യങ്ങൾ നടന്നിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതുപോലെ ഈ തരത്തിലുള്ള ഒരു ബോഡി ക്രിമേറ്റ് ചെയ്യേണ്ട കാര്യത്തിലും എടുക്കേണ്ട നിയമപരമായ സാധ്യതകളൊന്നും എടുത്തിട്ടില്ല. അത് പെട്ടെന്ന് സംസ്കരിച്ചൊരു തിടുക്കം കണ്ടു എന്നുള്ളതും അങ്ങേപ്പോലുള്ളവർക്ക് പോലും ആദ്യ കാലഘട്ടത്തിലുണ്ടായ സംശയം തന്നെയാണ്. ആ സംശയത്തിൻ്റെ കാര്യങ്ങളൊക്കെ നിലനിൽക്കുമ്പോൾ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് ആധികാരികമായി അടിസ്ഥാനമായി ഇത്തരം ഒരു കേസിൽ മുന്നോട്ട് കൊണ്ടുപോവുക എന്നിരിക്കെ, ബാക്കി എന്തൊക്കെ തെളിവുകൾ വന്നാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് അടിസ്ഥാനമെന്നിരിക്കെ, ഈ പശ്ചാത്തലമുള്ളപ്പോൾ എങ്ങനെ ഈ കേസ് മുന്നോട്ട് പോകും? അത് കൊല്ലപ്പെട്ടയാൾ സംസാരിക്കുന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൂടെയാണ്. അതുകൊണ്ട് പോസ്റ്റ്മോർട്ടത്തിൻ്റെ പ്രാധാന്യം വളരെ വലുതാണ്. പോസ്റ്റ്മോർട്ടം നടത്തുന്ന ആ ഡോക്ടർ, ആ സർജൻ വലിയൊരു ഉത്തരവാദിത്വമാണ്. ആ കൊല്ലപ്പെട്ടയാളുടെ സാക്ഷിയായി കോടതിയിൽ വരുന്ന ആളാണ്. പക്ഷെ ഇവിടെ ആദ്യഘട്ടത്തിൽ തന്നെ അതിലൊക്കെയുള്ള പോരായ്മകൾ ചൂണ്ടിക്കാണിക്കപ്പെട്ടിരുന്നു. ഇപ്പോഴും ഈ കേസ് ആശ്രയിച്ച് നിൽക്കുന്നതിൻ്റെ ഒരു ഫൗണ്ടേഷൻ എന്ന നിലയ്ക്ക് നിൽക്കുന്നത് DNA ടെസ്റ്റ് ഉൾപ്പെടെയുള്ള സാങ്കേതിക കാര്യങ്ങളാണ്. അവിടെയെല്ലാം പഴുതുകളും പോരായ്മകളും ധാരാളം ഉണ്ട് എന്ന് ആ കാര്യങ്ങൾ അറിയാവുന്നവരോട് പറയുന്നു. ഞാൻ ആ കാര്യത്തിൽ ഒരു വിദഗ്ധനല്ല. പക്ഷേ ഇങ്ങനെ വരുമ്പോൾ രണ്ട് കാര്യങ്ങൾ ഇപ്പോൾ ശ്രീ ജോർജ് ജോസഫ് ചൂണ്ടിക്കാണിച്ചതുപോലെ, ഒന്ന്, ശരിയായ കൊലപാതകി രക്ഷപ്പെടാൻ പാടില്ല, അയാൾക്ക് ശിക്ഷ കിട്ടണം. അതിനേക്കാൾ പ്രധാനപ്പെട്ട ഒന്നാണ് കുറ്റം ചെയ്യാത്തയാൾ ശിക്ഷിക്കപ്പെടുകയും വരുത്. ഇവിടെ നമ്മളിപ്പോൾ കേൾക്കുന്ന കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ ഒരു പ്രതി നമ്മുടെ മുന്നിലുണ്ട്. ആ പ്രതിക്കെതിരെ ദുർബലമായ തെളിവുകൾ കോടതിയിൽ വരികയും ആ പ്രതി രക്ഷപ്പെടുകയും ചെയ്താൽ കേസ് അവസാനിക്കുകയാണ്. അപ്പോൾ ഒരു കാര്യം ഇപ്പോഴും നമുക്ക് സംശയം പല ഘട്ടങ്ങളിൽ ബുദ്ധി വന്നിട്ടുള്ളതാണ്, എന്താണ് ശരിയായ മോട്ടീവ്? പോലീസ് ഇപ്പോൾ പറയുന്ന മോട്ടീവ് അത് വളരെ ബാലിശമാണ്. ഇനി ഈ ബംഗ്ലാദേശി ബാലിശമായ മോട്ടീവിൻ്റെ അടിസ്ഥാനത്തിൽ കൊലപാതകം ചെയ്യുന്ന ആളാണോ, അതൊക്കെ മറ്റു കാര്യങ്ങളാണ്. പക്ഷെ നമ്മുടെ ചിന്തയിൽ യുക്തിസഹമായി ചിന്തിക്കുമ്പോൾ ഇപ്പോൾ പോലീസ് പറയുന്ന മോട്ടീവ് നമുക്ക് സ്വീകരിക്കാൻ കഴിയില്ല. മറ്റ് ആരുടെയെങ്കിലും ഒരു ഏജൻ്റായി ഈ കൊലപാതകം പ്രവർത്തിച്ചതാണോ? അങ്ങനെ ഒരു ആംഗിൾ ഈ കേസിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും വന്നിട്ടുള്ളതാണ്. ആ വഴിക്കുള്ള അന്വേഷണം നടന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുകൂടി നമുക്ക് അറിയേണ്ടിയിരിക്കുന്നു. അങ്ങനെ അന്വേഷണം ആവശ്യമുണ്ടോ എന്ന കാര്യത്തിൽ കൂടി വ്യക്തത നമുക്ക് വേണം. ശ്രീ ജോർജ് ജോസഫ്, അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നേരത്തെ ശ്രീ മോഹൻദാസും പറഞ്ഞ ഒരു കാര്യം അതുതന്നെയാണ്. അതായത് ഇതൊരു പ്രതി ഇത്തരത്തിലൊരു കൊലപാതകം ചെയ്തിട്ടുണ്ടാകാമെങ്കിൽ ഈ പ്രതി ഒരു ഇൻസ്ട്രുമെൻ്റാണ്, ആരുടെയോ ഒരു ഇൻസ്ട്രുമെൻ്റാണ്, ആർക്കോ വേണ്ടിയാണ് ഇത് ചെയ്തിട്ടുണ്ടാകുക. അയാളാണ് ഇത് ചെയ്തതെങ്കിൽ പോലും അയാൾക്കുള്ള മോട്ടീവ് ബാലിശമായി നമുക്കിപ്പോൾ തോന്നുന്നത് അയാൾക്ക് വേണ്ടിയല്ല ഇത് ചെയ്തത് എന്നൊരു പശ്ചാത്തലം അവിടെ ഉണ്ടാകുകയാണെങ്കിലാണ് അങ്ങനെ ഒരു പരിശോധന വേണ്ടേ? അല്ല, അത് പോലീസ് പരിശോധിക്കണം തീർച്ചയായിട്ടും. അങ്ങനെയൊക്കെയുള്ള ആരോപണം എന്തു വന്നാലും ശരി, അതെല്ലാം ഈ ഒരു കേസിൻ്റെ നിലനിൽപ്പിനും ഒരു നല്ലൊരു പ്രോസിക്യൂഷനും വേണ്ടി പോലീസ് അതൊക്കെ തീർച്ചയായിട്ടും അന്വേഷിക്കേണ്ടതാണ്. അത് അന്വേഷിക്കട്ടെ പോലീസിനകത്ത്. പക്ഷേ ഇവിടെ എനിക്ക് 3-4 കാര്യത്തിൽ ഇന്നും അത് പോലീസ് കറക്റ്റ് ചെയ്യുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം പ്രോസിക്യൂഷന് കോടതി ചെന്ന് കഴിയുമ്പം
നമുക്ക് അതൊക്കെ ഹിറ്റായിട്ട് മാറും. അതുകൊണ്ടാണ് ഞങ്ങൾ ഇതുപോലെയുള്ള എന്നെപ്പോലെയുള്ളവർ ഇത് വിമർശിക്കുന്നത്. വേറൊരു കാര്യം, ഞാൻ ട്രിവാൻഡ്രത്ത് ജഗതിയിലെ ലക്ഷ്മി കൊലക്കേസ് ചെയ്തപ്പം DGP ഒരു പത്രപ്രസ്താവന നടത്തി. ആ കേസ് ഡിറ്റക്ഷനായപ്പം ഞാൻ അതിന് സഹകരിച്ചില്ല. എനിക്കതിനൊരു മെമ്മോയും കിട്ടി, ഞാൻ മാറി. പക്ഷേ DGP എൻ്റെ കേസ് ഡയറിയിൽ അന്വേഷണ ഉദ്യോഗസ്ഥനായ ഞാൻ പറയാത്ത ചില കാര്യങ്ങളൊക്കെ പ്രസ് കോൺഫറൻസിൽ പറഞ്ഞു. അദ്ദേഹത്തിനെ പ്രതിഭാഗം, അന്നത്തെ അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ നായർ പ്രതിഭാഗം ഡിഫൻസ് വിറ്റ്നസ്സായിട്ട് സൈറ്റ് ചെയ്തു. ഇതിനകത്ത് വലിയ റിസ്ക് ഉണ്ട് നമുക്ക്. ഇതിനകത്ത് ഇപ്പം പ്രതിയെ അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പോലീസിന് പൊൻതൂവൽ ചാർത്തി അദ്ദേഹത്തിനെ ഈ കേസിൽ ഡിഫൻസ് വിറ്റ്നസ് ആക്കാം. DGP ഈ കേസിനകത്ത് പ്രോസിക്യൂഷന് ഇനിയും പല കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്ന് അദ്ദേഹം പത്രക്കാരുടെ അടുത്ത് പറഞ്ഞു. അദ്ദേഹത്തിനെ ഡിഫൻസ് വിറ്റ്നസ് ആക്കാം. ADGP സന്ധ്യ ഇതിനകത്ത് വൈരാഗ്യം അത്ര ശരിയല്ല എന്ന് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അവരെ നമുക്ക് ഡിഫൻസ് വിറ്റ്നസ് ആക്കാം. അന്വേഷണ ഉദ്യോഗസ്ഥന് മാത്രമാണ് ഈ കേസിന് കോടതിയിൽ പോകേണ്ടതും ആൻസർ ചെയ്യേണ്ടതും. അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ കീഴിലുള്ള സർവ്വ ആൾക്കാർ ADGP DGP വരെയുള്ള റാങ്ക് അന്വേഷണ ഉദ്യോഗസ്ഥന് സഹായികൾ മാത്രമേ ആവുന്നുള്ളൂ. അവരുടെ ഡയറക്ഷൻസ് ഒന്നും ഇയാൾ അനുസരിക്കാൻ ബാധ്യസ്ഥനല്ല. ആലുവ അവിടുത്തെ ഗസ്റ്റ് ഹൗസിൽ വെച്ച് ഓരോ ദിവസത്തെ അന്വേഷണത്തിൻ്റെ പുരോഗതി അവർ ചർച്ച ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവരുടെ കമ്പൽഷനും അവരുടെ ഇൻട്രസ്റ്റ് കൊണ്ടാണ്. ശരി, അത് രണ്ടാമത്തെ വശം. ശ്രീ ജോർജ് ജോസഫ്, ശ്രീ റെജി ലൂക്കോസ്, ഈ ആരെയൊക്കെ ഡിഫൻസ് വിറ്റ്നസ് ആക്കാം എന്നുള്ളതിലേക്ക് വരെ കടന്നിരിക്കുന്നു ശ്രീ ജോർജ് ജോസഫിന്റെ കണ്ടെത്തൽ. പക്ഷെ അപ്പോഴും ഈ പ്രതിയുടെ പശ്ചാത്തലവും ഈ പ്രതിയിൽ നിന്ന് എത്രത്തോളം മുന്നോട്ട് പോകാൻ സാധിക്കും, യഥാർത്ഥ പ്രതി ജിഷയുടെ ഘാതകൻ എവിടെയാണ്, അതിൻ്റെ പിന്നിൽ ആരൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന കാര്യങ്ങളിലേക്ക് എങ്ങനെ വരും എന്നുള്ളത് നമ്മുടെ ഒരു വലിയ മുഖ്യ ചർച്ചാ വിഷയമായി ശ്രീ ജോർജ് ജോസഫിനെ പോലുള്ളവർ എടുക്കാത്തത് എന്നൊരു പരാതി എനിക്കുണ്ട്. ഞാൻ അതിലേക്ക് വരാം. പക്ഷേ ശ്രീ റെജി ലൂക്കോസ്, ഇതൊരു കോടതിയിൽ നടക്കാൻ പോകുന്ന സത്യമാണ്. അതാണ് ഡോക്ടർ സെബാസ്റ്റ്യൻ പോളും ശ്രീ ജോർജ് ജോസഫും ഒക്കെ ഇങ്ങനെ പറയുന്നതിന് കാരണം. ശാസ്ത്രീയമായി അവിടെ ഒരു പരീക്ഷ തന്നെയാണ്. അവിടെ പോലീസിനും ഈ പരീക്ഷയിൽ വിജയിക്കുമോ ഇല്ലയോ എന്നുള്ള ആശങ്ക അവസാന നിമിഷം വരെ ഉണ്ടാകും. ആരെങ്കിലും അവിടെ ചെല്ലുമ്പോൾ മൊഴി മാറ്റി പറയുമോ, ഈ പ്രതി തന്നെ എന്തായിരിക്കും പറയുക, ഈ DNA ഫലത്തിൻ്റെ കാര്യത്തിൽ എത്ര ശതമാനം കോടതി അതിനെടുക്കും, ഇതൊക്കെ പ്രശ്നമാണ്. പക്ഷേ ഇതുപോലുള്ള പല കേസുകളിലും പ്രതി മുമ്പിൽ വന്ന് നിന്നിട്ടും വെറുതെ വിടേണ്ടി വന്ന കഥകളും നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ടല്ലോ ശ്രീ റെജി ലൂക്കോസ്. ഈ കാര്യത്തിലും പ്രതി ഇതാണെന്ന് വന്നാൽ പോലും എന്താണ് സംഭവിക്കുക എന്നുള്ള ഈ സൂചനകൾ കേൾക്കുമ്പോൾ താങ്കൾ എന്ത് പറയും? തീർച്ചയായിട്ടും. കാരണം ഈ പ്രതി യഥാർത്ഥ പ്രതിയാണെങ്കിൽ പോലും ഈ കേസിനെ സംബന്ധിച്ചോളം തെളിവുകളുടെ ഒരു അഭാവമുണ്ട്. അതിന് മുഖ്യ കാരണം ആദ്യം അന്വേഷിച്ച ടീം, അത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതിൽ പോസ്റ്റ്മോർട്ടം നടത്തി പെട്ടെന്ന് ഈ ഡെഡ് ബോഡി കത്തിച്ചു കളയാൻ കാണിച്ച ഒരു വ്യഗ്രത, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിലേക്ക് സംശയങ്ങളുണ്ട്. പക്ഷേ രണ്ട് ചോദ്യങ്ങൾക്ക് ആദ്യത്തെ അന്വേഷണ ടീമിനോട് മറുപടി പറഞ്ഞിട്ടില്ല. ഈ പ്രതി താമസിച്ചത് ഈ ജിഷ താമസിക്കുന്ന വീടിൻ്റെ 200 മീറ്റർ മാത്രം ചുറ്റളവിലാണ്. അവിടുന്ന് അബ്സ്കോണ്ടറായി പ്രതിയെക്കുറിച്ച് എന്തുകൊണ്ട് ഇവർ ലൊക്കേറ്റ് ചെയ്തിട്ടില്ല ഈ അന്യസംസ്ഥാന തൊഴിലാളിയെ? രണ്ടാമതൊരു ചോദ്യം, ഇന്നലെയും മിനിഞ്ഞാന്നുമായിട്ട് കേരളത്തിലെ പ്രമുഖമായ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന, നേരത്തെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഈ ജിഷയും ഈ കുറ്റവാളിയും ഒന്നിച്ചു പോയി പെരുമ്പാവൂരിൽ ഒരു സ്റ്റുഡിയോയിൽ പോയി പടമെടുത്തിരിക്കുന്നു. അതിൻ്റെ മെമ്മറി കാർഡ് പരിശോധിച്ചിട്ട് ഈ പ്രതിയിലേക്ക് ലൊക്കേറ്റ് ചെയ്യാനായിട്ട് എന്തുകൊണ്ട് അന്നത്തെ അന്വേഷണ ടീം മുന്നോട്ട് വന്നില്ല? ഈ രണ്ട് ചോദ്യങ്ങൾക്ക് ആദ്യത്തെ അന്വേഷണ ടീം മറുപടി പറയണം. അത് കേരള ജനങ്ങളുടെ മുമ്പിൽ ഒരു സംശയം തന്നെയാണ്. പിന്നെ അങ്ങ് ചോദിച്ച ചോദ്യത്തിനുള്ള മറുപടി ഒന്ന് പൂർത്തീകരിച്ചോട്ടെ. സംസ്ഥാന തൊഴിലാളികളുടെ മാനസികാവസ്ഥയെക്കുറിച്ച് പറയുമ്പോൾ ഇവിടെ രണ്ട് ഉദാഹരണങ്ങൾ കേരളത്തിന് മുമ്പിലുണ്ട്. ഒന്ന് കിടങ്ങൂർ എന്ന് പറയുന്ന സ്ഥലത്ത് കോട്ടയം ജില്ലയിൽ ഒരു 80 വയസ്സുള്ള ഒരു സ്ത്രീയെ തൻ്റെ വീട്ടിൽ മാസങ്ങളോളം ജോലി ചെയ്ത ഒരു അന്യസംസ്ഥാന തൊഴിലാളി കഴിഞ്ഞ വർഷം അകാരണമായിട്ട് സന്ധ്യാസമയത്ത് കൊന്ന് ഓടയിൽ താത്തി. ഇതേ ജില്ലയിൽ തന്നെ തിരുവഞ്ചൂർ ഒരു അന്യസംസ്ഥാന തൊഴിലാളി ഒരു അച്ഛനെ അമ്മയെ ഒരു ചെറുപ്പക്കാരനെ കൊന്നിരിക്കുന്നു. അപ്പോൾ ഇവരുടെ മാനസികാവസ്ഥയും പെട്ടെന്ന് ആക്രമണകാരികളാകുന്ന രീതിയിലുള്ള ഇവരുടെ സാമൂഹിക പശ്ചാത്തലവും നാം ചർച്ചയിൽ കൊണ്ടുവരണം. അതുകൊണ്ട് രണ്ടാമത്തെ ടീം അന്വേഷിച്ച് ഈ കൊലയാളിയിലേക്ക് ചേർന്നത് തീർച്ചയായിട്ടും നമ്മുടെ അന്വേഷണ സംഘത്തിൻ്റെ ഒരു വലിയ നേട്ടമാണെന്നും ശാസ്ത്രീയപരമായിട്ടുള്ള അടിത്തറയിൽ ഈ പ്രതിയെ രക്ഷപ്പെടാനായിട്ട് ഈ ചർച്ചകളിലൂടെയോ അല്ലെങ്കിൽ മാധ്യമങ്ങളിലൂടെയോ അതിനുള്ള അവസരം കൊടുക്കരുതെന്നും ഇച്ഛാശക്തിയുള്ള ഗവൺമെൻറ് വന്നതിന് ശേഷം പ്രതിയെ പിടിച്ചത് കേരളത്തിലെ സ്ത്രീകൾക്കും സ്ത്രീ സമൂഹത്തിനും ഭയപ്പാടോടുകൂടി ഇവരെ കാണുന്ന ജനതയ്ക്കും ഒരു ആശ്വാസമാണെന്നുള്ളതാണ് എനിക്ക് ഈ ചർച്ചയിൽ ഇപ്പോൾ പറയാം. ശരി, ശ്രീ മോഹൻദാസ്, ഈ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, ഇപ്പോൾ ശ്രീ റെജി ലൂക്കോസ് പറഞ്ഞ കാര്യം നമ്മൾ പലരും അത് പറയുന്നുണ്ട്. തുടക്കത്തിലെ ടീം എന്ന് പറയുന്ന അവർ എന്തൊക്കെ ചെയ്തു ചെയ്തില്ല, സ്വാഭാവികമായി ചെയ്ത ചില കാര്യങ്ങളാണ് ഇപ്പോൾ ശ്രീമതി അന്നമ്മ ജോണിനെ പോലുള്ളവർക്കൊക്കെ എന്തെങ്കിലും ഉത്തരങ്ങളൊക്കെ പറയാൻ സഹായകരമാകുന്ന ശാസ്ത്രീയമായ തെളിവുകൾ. അതല്ലാതെ മുന്നോട്ട് ആ ടീം എന്ത് ചെയ്തു ചെയ്തില്ല എന്നുള്ളിടത്ത് തൊട്ടടുത്തുണ്ടായിരുന്ന പ്രതി താമസിച്ചിരുന്ന സ്ഥലത്തേക്ക് എന്തുകൊണ്ട് പോയില്ല, അവിടേക്ക് എന്തുകൊണ്ട് അയാൾ അന്ന് മുതൽ അബ്സ്കോണ്ടിങ് ആണെങ്കിൽ
എന്തുകൊണ്ട് അതൊരു സൂചനയായി ഈ പോലീസ് ടീമിൻ്റെ മുമ്പിലേക്ക് വന്നിട്ടില്ല? അത് തുടക്കം മുതൽ വന്നില്ല. പകരം രണ്ടുപേരെ മുഖംമൂടിയിട്ട് വന്ന കഥകൾ ഇവിടെ പലരും പറയുന്നുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങൾ ആദ്യത്തെ ടീം ചെയ്തു വച്ചത് ഇപ്പോൾ വിനയാകുന്നു എന്നുള്ളത് കൂടി പറയണ്ടേ? അല്ല, അങ്ങനെ വിനയായ എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം ഇത്രയും അടുത്ത് കിടന്നിട്ട് ആ അബ്സ്കോണ്ടിങ് പോലീസിലായിരുന്നത് കൊണ്ട് പോലീസിനെ മുഴുവനായി അങ്ങനെ ശ്രീ ജോർജ് ജോസഫ് ചിലപ്പോഴൊക്കെ ചെയ്യുന്ന പോലെ പറയേണ്ടതില്ല. അല്ലല്ല, അങ്ങനെയല്ല. ഇത് ഈ പറഞ്ഞതുപോലെ 200 മീറ്റർ ചുറ്റളവിലാണ് പ്രതി ഈ സസ്പെക്ട്, അതായത് പ്രതി സ്ഥാനീയൻ താമസിച്ചിരുന്നത്. അപ്പം അവിടുന്ന് അങ്ങനെയുള്ള ഒരാൾ അവിടെ അബ്സ്കോണ്ട് ചെയ്ത അവസരത്തിൽ ആദ്യത്തെ ടീം തന്നെ അത് ശ്രദ്ധിക്കപ്പെടേണ്ടതായിരുന്നു. അത് എന്തുകൊണ്ട് ചെയ്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കാര്യത്തിന് അന്നത്തെ ടീമിന് അതിനൊരു പ്രയോറിറ്റി കൊടുത്ത് ഇവരൊന്നിച്ച് ഫോട്ടോ എടുത്തിട്ടുണ്ട്. അതാ ഞാൻ മുമ്പും പറഞ്ഞു. ഇത് പ്രധാനമായിട്ടും ആ ഫോട്ടോ കിട്ടുമ്പോഴത്തേക്ക് ആ ഫോട്ടോ ഏത് സ്റ്റുഡിയോയിൽ നിന്ന് എടുത്താണെന്ന് കൃത്യമായിട്ടും അതിന്റെ കവറും മറ്റുള്ള കാര്യങ്ങളും ഉണ്ടാവും. ഫോട്ടോ ഉണ്ടോ ഇല്ലെന്നോ ശ്രീ ജോർജ് ജോസഫ് സംശയം. 5 മാസം വന്ന് അവിടെ താമസിച്ച ഈ പയ്യൻ ഈ ഭാഷ അറിയാത്ത, മലയാളം അറിയാത്ത, ഹിന്ദി അറിയാത്ത, ആസാമീസും ബംഗ്ലാദേശും ഭാഷ മാത്രം സംസാരിക്കുന്ന ഈ പെൺകുട്ടിയായിട്ട് ഒരു സൗഹൃദം സ്ഥാപിച്ചെന്ന് പറഞ്ഞാൽ നമുക്കത് ബുദ്ധിമുട്ടാണ്. അത് അങ്ങേക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഞാനൊരു കാര്യം പറയാം. ഈ പെരുമ്പാവൂരിലുള്ള പല ആളുകൾക്ക് നമ്മളെക്കാൾ നന്നായിട്ട് മലയാളം വരെ അറിയാം. അപ്പോൾ പിന്നെ അതിനകത്തൊരു ബുദ്ധിമുട്ടിന്റെ ആവശ്യമില്ല. അല്ല, ഞാൻ പറഞ്ഞ കാര്യം ഒന്ന് കംപ്ലീറ്റ് ചെയ്യട്ടെ. അതായത് ഈ ഫോട്ടോ ഇവിടെ നേരത്തെ ഇവരുടെ കസ്റ്റഡിയിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം അങ്ങനെ ആർക്കും ഈ ഫോട്ടോ വെരിഫൈ ചെയ്യാനുള്ള സാഹചര്യം നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഫോട്ടോ കിട്ടുമ്പോഴേ തീർച്ചയായിട്ടും ആ ഫോട്ടോ വെച്ചിട്ട് മിക്കവാറും അതിന്റെ കവറും ഇത് അങ്ങ് പുകഴ്ത്തി പറഞ്ഞുകൊണ്ടിരുന്ന ആ പോലീസ് ടീം എന്തുകൊണ്ട് ആദ്യത്തെ ടീം അത് കണ്ടുപിടിച്ചില്ല? അല്ലല്ല, അതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അവരുടെ ആ ഭാഗം അവരെ ശ്രദ്ധിക്കാതെ പോയത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പം ആദ്യമേ അത് കണ്ടുപിടിച്ചിരുന്നെങ്കിൽ ഈ ഫോട്ടോ ഫോട്ടോ പോയി ആ സ്റ്റുഡിയോയിൽ പോകാമായിരുന്നു. സ്റ്റുഡിയോ പോയിരുന്നെങ്കിൽ കുറച്ചുകൂടെ എവിഡൻസ് എടുക്കാമായിരുന്നു. സാറേ, അത് വളരെ സിമ്പിളാണ്. കഴിഞ്ഞ ആദ്യത്തെ ടീമിന്റെ അപാകത എന്തായിരുന്നു? രാഷ്ട്രീയ സമ്മർദ്ദത്തിന്റെ പേരിൽ ഇലക്ഷനോട് അടുത്തപ്പോഴത്തേക്കും ജനങ്ങളുടെ മുമ്പിൽ 2 പ്രതികളെ കിട്ടി എന്നുള്ള ഭാവേനെ 2 പോലീസുകാരെ മുഖംമൂടി അണിയിച്ച് അവിടുത്തെ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത് വാസ്തവത്തിൽ അതൊരു രാഷ്ട്രീയ സമ്മർദ്ദമായിരുന്നു. ഇലക്ഷന്റെ മുമ്പുള്ള ഒരു നാടകമായിരുന്നു. അതാണ് ഈ കേസിലെ ഏറ്റവും ലജ്ജാകരമായ സംഭവം. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, അതുകൊണ്ടാകാം 2 ടീമുകൾ 2 രീതിയിൽ ഈ കാര്യങ്ങളെ കൈകാര്യം ചെയ്തു. എന്തുകൊണ്ട് ഈ അമറുൽ ഇസ്ലാമിലേക്ക് ആദ്യം പോയില്ല? 200 മീറ്റർ അകലെ താമസിച്ചിരുന്ന അദ്ദേഹം അബ്സ്കോണ്ട് ചെയ്തിട്ടും എന്തുകൊണ്ട് ആ ടീം അതിൻ്റെ പിന്നാലെ കുറേ കാലമെങ്കിലും പോയില്ല, അല്ലെങ്കിൽ പോകാൻ ശ്രമിച്ചപ്പോൾ എവിടെയെങ്കിലും തടയപ്പെട്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങൾക്ക് ഒരു വ്യക്തത അടുത്ത ടീം വരുമ്പോൾ വരുന്നു. ആ വിട്ടുപോയ ലിങ്കുകളിലേക്ക് കടക്കുന്നു. അവിടെയാണ് ചില കണ്ടെത്തലുകൾ വരുന്നത്, ഈ പ്രതിയിലേക്ക് എത്തുന്നത്. ആദ്യത്തെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൻ്റെ ബേസിലുള്ള ചില കാര്യങ്ങൾക്ക് ചില പ്രശ്നങ്ങൾ ഇപ്പോൾ ഉള്ള കണ്ടെത്തലുകളിലും വരുന്നത്. പക്ഷേ ചില കണ്ടെത്തലുകൾ വരുന്നു. ആദ്യമേ ഉള്ള ആളിനെ തന്നെ പലയിടത്തും പോയി കാഞ്ചീപുരത്ത് വെച്ചും ഒക്കെ കണ്ടെത്തുന്നു. അവിടെയാണ് പൊൻതൂവൽ കൊടുക്കേണ്ടി വരുന്നത് രണ്ടാമത്തെ ടീമിന്. അതിന് കാരണമുണ്ടപ്പോൾ. രണ്ടാമത്തെ ടീമിൻ്റെ രീതിക്ക് വ്യത്യാസമുണ്ട്. അത് അവസാന പരീക്ഷാ ഫലത്തിൽ വിജയം കണ്ടാലും ഇല്ലെങ്കിലും. അതെ, ഏറ്റവും പുതിയ അന്വേഷണ സംഘത്തിന് ചാർത്തപ്പെട്ടിരിക്കുന്ന തൂവൽ ഞാൻ എടുത്തു മാറ്റുന്നില്ല. അവരുടെ നല്ല നേട്ടം തന്നെയാണ്. കാരണം സർക്കാരിനെ സംബന്ധിച്ച് ഇത്ര കോളിളക്കമുണ്ടാക്കിയ ഒരു കേസിൽ അതിനൊരു തുമ്പുണ്ടാക്കണം, ഒരു പ്രതിയെ പൊതുജന സമക്ഷം അവതരിപ്പിക്കണം. പക്ഷേ ഇവിടെ ഇപ്പോൾ ചർച്ചയിൽ വന്നതുപോലെ കേവലം 200 മീറ്റർ മാത്രം അകലത്തിലുണ്ടായിരുന്ന ആ പ്രതിയെ അന്ന് കാണാതെ ഒടുവിൽ 2000 കിലോമീറ്റർ അപ്പുറത്ത്, ചിലപ്പോൾ പക്ഷേ അതിനും കൂടുതൽ പോലീസിന് യാത്ര ചെയ്യേണ്ടി വന്നു. ഇതെല്ലാം പറയുമ്പോഴും ഇപ്പോഴും ഞാനിപ്പോൾ പറയുന്നത് ഈ ജിഷ വധിക്കപ്പെട്ടുവെന്ന് സത്യമാണല്ലോ. ജിഷ കൊല്ലപ്പെട്ടു, അത് സത്യമാണ്. ജിഷയുടെ മൃതദേഹം ദഹിപ്പിച്ചെങ്കിലും ആ മൃതദേഹം ഉണ്ടായിരുന്നു എന്ന് നമുക്കറിയാം. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുമുണ്ട്. ആ കൊലപാതകി ആര് എന്ന് നമുക്കറിയണം. ഈ അമറുൽ ഇസ്ലാം ആണ് കൊലപാതകി എങ്കിൽ, പോലീസ് പറയുന്നത് പോലെ അതാണ് ശരിയായ കൊലപാതകി എങ്കിൽ, ഇപ്പോഴത്തെ അവസ്ഥയിൽ ആ പ്രതി വിചാരണ കോടതിയിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നതിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമുക്ക് വേണ്ടത് അതല്ല. അതുകൊണ്ട് വളരെ ദുർബലമായ ഒരു മോട്ടീവ്, ആ മോട്ടീവ് കോടതിയിൽ നിലനിൽക്കുന്നതാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഇപ്പോഴും. അതുകൊണ്ടാണ് അതിനപ്പുറത്ത് ആരുടെയെങ്കിലും ഉപകരണമായി ഇയാൾ പ്രവർത്തിച്ചുവോ എന്ന കാര്യത്തിൽ നമുക്കൊരു ഉറപ്പ് വേണം. ആ വഴിക്ക് കൂടി അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ആവശ്യമാണ്. ശ്രീമതി അന്നമ്മ ജോൺ,
ഈ കാര്യത്തിൽ ശാസ്ത്രീയമായ ചില അന്വേഷണങ്ങൾ ആ ഘട്ടത്തിൽ നടക്കേണ്ടതുണ്ട്. ഇത്തരമൊരു കൊലപാതകം നടന്നിട്ടുള്ള സ്ഥലത്ത് ഫോറൻസിക് വിദഗ്ധരും മറ്റ് സയൻറ്റിഫിക് വിദഗ്ധരും ഒക്കെ വന്ന് അവിടെ നിന്ന് തെളിവുകൾ ശേഖരിക്കേണ്ടതുണ്ട്. അങ്ങനെ എന്തൊക്കെ ശേഖരിച്ചിട്ടുണ്ട് എന്നുള്ളത് നമ്മുടെ മുമ്പിൽ ഇപ്പോഴില്ല, അങ്ങയുടെ മുമ്പിലും ഇല്ല. പക്ഷേ എന്തൊക്കെയാണ് ശേഖരിക്കേണ്ടിയിരുന്നത്? അങ്ങയാണ് ഫോറൻസിക് ഒരു മേൽനോട്ടം വഹിച്ചിരുന്നതെങ്കിൽ ഇവിടെ നിന്ന് എന്തൊക്കെ കളക്ട് ചെയ്യുമായിരുന്നു? അത് അവസാനമെങ്കിലും നമുക്ക് ഒന്ന് പരിശോധിക്കാമല്ലോ. ഇപ്പോൾ അങ്ങക്ക് എന്താണ് പറയാൻ സാധിക്കുക? എന്തൊക്കെ പരിശോധിക്കുമായിരുന്നു, എന്തൊക്കെ ഉണ്ടാകേണ്ടതാണ്? അതിപ്പോൾ യഥാർത്ഥത്തിൽ ആ സീന് നമുക്ക് കൃത്യസമയത്ത് കണ്ടാൽ മാത്രമേ എന്തൊക്കെ അഡീഷണൽ ആയിട്ട് കിട്ടുമായിരുന്നു എന്നുള്ളത് പറയാൻ പറ്റുള്ളൂ. എങ്കിലും നിലവിലുള്ള അവസ്ഥ വെച്ച് നോക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരു ചെരുപ്പ് കിട്ടിയിട്ടുണ്ടെങ്കിൽ, നമ്മളത് കുറച്ച് ദിവസമെങ്കിലും യൂസ് ചെയ്ത ഒരു ചെരുപ്പാണെങ്കിൽ, അത് നമ്മുടെ കാലിൻ്റെ വിരലിനോട് ചേരുന്ന ഭാഗത്ത് അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ ഇത് കുറേ ദിവസമായിട്ട് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ വിയർപ്പും സെല്ലുകളും ഇതെല്ലാം അടിഞ്ഞിരിക്കുന്ന ആ ഭാഗത്ത് DNA കിട്ടാനുള്ള ഒരു നല്ല സാധ്യതയുണ്ട്. അപ്പോൾ അത് മറ്റു രീതിയിൽ അത് ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്യുകയോ അതിൻ്റെ എവിഡൻഷ്യറി വാല്യൂ ഡാമേജ് ചെയ്യുകയോ ഒക്കെയുള്ള ചെയ്യുന്ന നടപടികൾ ചെയ്യുന്നതിന് മുമ്പായിട്ട് അതിൽ നിന്നൊരു DNA പരിശോധനയ്ക്ക് അത് വിധേയമാക്കാമായിരുന്നു. അപ്പം ചെരുപ്പ് വെച്ച് ആളെ ഐഡൻറ്റിഫൈ ചെയ്യാൻ അത് ഒരു ഇൻസ്ട്രുമെൻ്റ് ആയിട്ട് ഉപയോഗിക്കുക, അതൊരു നല്ല കാര്യമാണ്. പക്ഷെ അതിനു മുമ്പായിട്ട് അതിൽ നിന്ന് ഇങ്ങനെ ഒരു DNA സാമ്പിൾ എടുക്കാമായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു DNA ഒരു ശ്രമം നടത്തിയാൽ കിട്ടാതിരിക്കാം, ചാൻസ് ഉണ്ട്. എങ്കിലും ഒരുപക്ഷെ കിട്ടിയിരുന്നെങ്കിൽ ആ ചെരുപ്പ് അതിനെ നമുക്ക് ഇൻഡിവിജ്വലൈസ് ചെയ്ത് കൃത്യമായിട്ട് ഈ പറയുന്ന ആളുടേതാണെന്ന് നമുക്കൊന്ന് ഉറപ്പ് വരുത്താമായിരുന്നു. അതല്ലാതെ ഇപ്പം നമുക്ക് ആ ചെരുപ്പിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അതിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. ഈ ടൈപ്പ് ചെരുപ്പ് ഇത് ഇയാളുടെ പോലെയുള്ള കാലിൽ ഉൾക്കൊള്ളാവുന്ന തരം ചെരുപ്പ്, ഇതുപോലെയുള്ള പല ആളുകളും വാങ്ങിച്ചുകൊണ്ട് പോകാൻ സാധ്യതയുള്ള ചെരുപ്പ് എന്നൊക്കെയുള്ള രീതിയിലേ നമുക്ക് പറയാൻ പറ്റൂ. പക്ഷേ ആ ചെരുപ്പിൽ ഈ പറയുന്ന ബ്ലഡ് സ്റ്റെയിന്, ജിഷയുടെ ബ്ലഡ് സ്റ്റെയിൻ കണ്ട സ്ഥിതിക്ക് ആ ചെരുപ്പ് കൃത്യസ്ഥലത്ത് വന്ന ഒരു പ്രതിയുടേതാണെന്നുള്ള കാര്യത്തിൽ നമുക്ക് തർക്കമില്ല. ആ പ്രതി ആരാണെന്നൊന്ന് ഇൻഡിവിജ്വലൈസ് ചെയ്യാനുള്ള ഒരു ചാൻസ് ആ ചെരുപ്പ് ഉപയോഗിച്ച് കിട്ടുമായിരുന്നു. അത് അങ്ങനെയുള്ള ഒരു അവസരം ഉപയോഗപ്പെടുത്തിയോ ഇല്ലയോ എന്നറിഞ്ഞുകൂടാ. അങ്ങനെ ഒരു ചാൻസ് അവശേഷിക്കുന്നുണ്ട്. പിന്നെ ഞാൻ അങ്ങയുടെ അറിവിലേക്ക് ഞാൻ പറയുകയാണ്, ഈ ചെരുപ്പ് കനാലിൽ കാണപ്പെട്ട പ്രതിയുടേതെന്ന് സംശയിക്കുന്ന ചെരുപ്പ് തിരുവനന്തപുരം ഫോറൻസിക് സയൻസ് ലബോറട്ടറിയിൽ അയച്ച് DNA പരിശോധിച്ചതിൽ കാണപ്പെട്ട രക്തം ജിഷയുടേതാണെന്ന് അറിവായിട്ടുള്ളതാണ്. ആ നിലയ്ക്ക് ആ ചെരുപ്പ് ഈ ഒരു പ്രതിയുടേതാണ്, കൊന്ന ആളുടേത് തന്നെയാണ്. അവിടെ ആരെങ്കിലും ഇട്ടിട്ട് പോയാൽ മുൻപെന്തോ കണ്ടതല്ല എന്ന് നമുക്ക് എന്തായാലും ഉറപ്പിക്കാം. ഈ പോലീസ് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അതെന്തായാലും നമുക്ക് ഉറപ്പിക്കാം. മറ്റൊരു കാര്യം ശ്രീ മോഹൻദാസ് കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട്, ഈ ഡെന്റൽ ഇംപ്രഷൻ എടുക്കുക എന്ന് പറഞ്ഞൊരു കാര്യം. അതൊക്കെ അന്ന് ചെയ്യേണ്ടതായിരുന്നു, അത് ചെയ്തിട്ടില്ല എന്നുള്ളതും വീഴ്ചയാണോ? അല്ല, ഈ ഡെന്റൽ ഇംപ്രഷൻ തീർച്ചയായിട്ടും അത് ജിഷയുടെ ഡെന്റൽ കാസ്റ്റ് എടുത്ത് വയ്ക്കേണ്ടതായിരുന്നു. അപ്പോൾ ഒരു ജിഷയുടെ ബോഡിയിൽ ഒരു ഡെന്റീഷൻ ഒരു ബൈറ്റ് മാർക്ക് കണ്ട സ്ഥിതിക്ക്, ഇതുപോലെയുള്ള ഒരു വയലൻ്റ് ആയിട്ടുള്ള ഒരു ക്രൈം ആയ സ്ഥിതിക്ക് നമ്മൾ ഊഹിക്കണമായിരുന്നു സമാനമായിട്ടുള്ള ഒരു ഡെന്റൽ ഇംപ്രഷൻ ഇതിലെ പ്രതിയായിട്ടുള്ള ആളുടെ ശരീരത്തിൽ ഉണ്ടാകാമെന്നും ആ ബൈറ്റ് മാർക്ക് കമ്പയർ ചെയ്യണമെങ്കിൽ ഈ എടുത്തു വെക്കുന്ന ഡെന്റൽ ഇംപ്രഷനാണ് അത് പ്രയോജനപ്പെടുത്താൻ പറ്റുന്നതെന്നും ആ സമയത്ത് മനസ്സിലാക്കേണ്ടതായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ഡെന്റൽ ഇംപ്രഷൻ കളക്ട് ചെയ്യാത്തത് ഈ കേസിൽ ഒരു വീഴ്ചയായിട്ട് വേണം കണക്കാക്കാൻ. അത് ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു ഫോളോ അപ്പ് ആക്ഷൻ നടത്തി ഒരു സസ്പെക്റ്റിനെ സറൗണ്ടിങ് ഏരിയാസിലൊക്കെ ഉള്ള സംശയിക്കുന്ന ആളുകളെ എല്ലാം ബോഡിയൊക്കെ ദേഹപരിശോധന നടത്തി അങ്ങനെ ആരുടെയെങ്കിലും ശരീരത്തിൽ സമാനമായിട്ടുള്ള ഒരു അടയാളം ഉണ്ടെങ്കിൽ അന്ന് പറഞ്ഞിരുന്നു ഇത് ഡെന്റൽ ഇംപ്രഷൻ അന്ന് എടുത്തിരുന്നുവെങ്കിൽ ഈ പ്രതി അല്ലെങ്കിൽ ഈ വിക്ടിം അത് ഈ ജിഷ ഈ പ്രതിയെയോ അല്ലെ അവരെ അറ്റാക്ക് ചെയ്യാൻ ആ സമയത്ത് വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ തന്നെയും അവരെയൊക്കെ അറ്റാക്ക് ചെയ്യാൻ വന്ന സ്ഥിതിക്ക് ചിലപ്പം കടിച്ചിട്ടുണ്ടായിരിക്കുമെന്ന് അന്ന് ഞാൻ പറഞ്ഞിരുന്നു. അങ്ങനെ കടിപ്പാട് പിന്നെ പ്രതിയെ കണ്ടെത്തുമ്പോൾ ശ്രീ ജോർജ് ജോസഫ്, അങ്ങനെയാണെങ്കിൽ ഏറ്റവും അവസാനത്തെ ഒരു 10 സെക്കൻഡിൽ താങ്കൾക്ക് ഈ പറഞ്ഞ അർത്ഥത്തിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് ആദ്യത്തെ അന്വേഷണത്തിൽ വന്ന പോരായ്മ കൊണ്ടാണെന്ന് സമ്മതിക്കേണ്ടി വരും. രണ്ടാമത് അന്വേഷണ ഘട്ടം മുന്നോട്ട് പോയപ്പോൾ കൊടുത്ത പൊൻതൂവൽ താങ്കളും അവിടെ തന്നെ വെക്കേണ്ടിയും വരും.
ഇല്ല, പത്ത് സെക്കൻഡ്. ഞാൻ പൊന്തുവേൽ കൊടുക്കാൻ ഞാനിപ്പം തയ്യാറല്ല. കാരണം ഇതിപ്പോൾ ആദ്യത്തെ പരീക്ഷ കഴിഞ്ഞേ ഉള്ളൂ. ഇനി പൊന്തുവേൽ കൊടുക്കേണ്ട ഇവരെ ശിക്ഷിപ്പിക്കണം. ഈ പോലീസ് ഈ എവിഡൻസ് എങ്ങനെയാണ് കോടതി പ്രസന്റ് ചെയ്യുന്നതാണ് വളരെ വീക്കായിട്ടാണ് എവിഡൻസ്. എന്തായാലും സമയത്തിന്റെ പരിമിതി കൊണ്ട് മാത്രം ഇടപെടുകയാണ്. പൊന്തുവേൽ അദ്ദേഹം കൊടുക്കാനേ തയ്യാറല്ല. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ തൽക്കാലം പൊന്തുവേൽ തിരിച്ചെടുക്കുന്നുമില്ല. ചർച്ച തുടരുക തന്നെ ചെയ്യും ജിഷയുടെ കേസുമായി ബന്ധപ്പെട്ട്. വളരെ നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് ശ്രീ ജോർജ് ജോസഫ്, ശ്രീ മോഹൻദാസ്, ശ്രീ റെജി ലൂക്കോസ്, ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, അന്നമ്മ ജോൺ. കേരള സർവകലാശാല സിൻഡിക്കേറ്റിൽ നിന്ന് KSU പ്രതിനിധി പുറത്തായി. JS അഖിലാണ് ഹൈക്കോടതി വിധിയെ തുടർന്ന് പുറത്തായത്.